ഹലോ സുഹൃത്തുക്കളെ, ഇന്ന് രാത്രി നമ്മൾ 16-ാം നൂറ്റാണ്ടിലെ ഇറ്റലിയിലേക്കാണ് പോകുന്നത്. അവിടുത്തെ പിസ എന്ന നഗരത്തിൻ്റെ ശാന്തമായ സന്ധ്യയിലേക്ക്. മെഴുകുതിരി വെളിച്ചം മാത്രം നിറഞ്ഞ ഒരു ലോകത്തേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. അവിടെ നമ്മുടെ ഈ വലിയ പ്രപഞ്ചം അപ്പോഴും ആഴത്തിലുള്ള ഒരു രഹസ്യമായി തുടരുകയായിരുന്നു. ഇവിടെയാണ് ഒരു സംഗീതജ്ഞൻ്റെ മകനായ ഗലീലിയോ ഗലീലി ആകാശത്തേക്ക് നോക്കിക്കൊണ്ട് ഉത്തരമില്ലാത്ത എല്ലാത്തിനെക്കുറിച്ചും ചിന്തിച്ചു തുടങ്ങിയത്. ആധുനിക ജ്യോതിശാസ്ത്രത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്ന അദ്ദേഹം തൻ്റെ ലളിതമായ ദൂരദർശിനിയുടെ പേരിലാണ് പ്രശസ്തനായത്. ആദ്യമായി ധൈര്യത്തോടെ ആ വിചിത്രമായ ആകാശക്കണ്ണാടി സ്വർഗത്തേക്ക് ചൂണ്ടിക്കാണിച്ചതും അദ്ദേഹമായിരുന്നു. അതിലൂടെ കണ്ടത് മിനുസമുള്ള ഒരു ഗോളമായിരുന്നില്ല, മറിച്ച് നമ്മുടേതുപോലെ മലകളുള്ള ഒരു പുതിയ ലോകത്തെയാണ്. 1000 വർഷത്തെ വിശ്വാസങ്ങളെ തകർത്തുകൊണ്ട് മറ്റ് ലോകങ്ങളെ ചുറ്റുന്ന പുതിയ ലോകങ്ങളെ അദ്ദേഹം കണ്ടെത്തി. എന്നാൽ അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലുകളെ അത്ഭുതങ്ങളായല്ല, പഴയ ലോകത്തോടുള്ള ഒരു വലിയ വെല്ലുവിളിയായാണ് പലരും കണ്ടത്. സത്യത്തിൻ്റെ ഈ പാത അദ്ദേഹത്തെ ഒരു വിചാരണയിലേക്ക് നയിച്ചു. തൻ്റെ ജീവനും ശാസ്ത്രത്തിനുമിടയിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാൻ അദ്ദേഹം നിർബന്ധിതനായി. നിങ്ങൾ കണ്ട യാഥാർത്ഥ്യം എന്താണെന്ന് പറയുന്നത് പോലും നിങ്ങൾക്ക് എല്ലാം നഷ്ടപ്പെടുത്തുന്ന ആ ഒരു കാലഘട്ടം ഒന്ന് ഓർത്തു നോക്കൂ. പക്ഷേ ഒരിക്കൽ അദ്ദേഹം പറഞ്ഞ ആ സത്യത്തെ നിശബ്ദമാക്കാൻ ആർക്കും കഴിഞ്ഞില്ല. അത് വരും നൂറ്റാണ്ടുകളിലുള്ള ജ്യോതിശാസ്ത്രജ്ഞർക്ക് ഒരു അടിത്തറ പാകുകയായിരുന്നു. ഇന്ന് രാത്രി ആ കൗതുകക്കാരനായ കുട്ടിയിൽ നിന്നും നക്ഷത്രങ്ങളെ സമ്മാനിച്ച മനുഷ്യനായി മാറിയ അദ്ദേഹത്തിൻ്റെ ആ വിസ്മയകരമായ ജീവിതചരിത്രം നമുക്ക് പിന്തുടരാം. ഒരു മിനിറ്റ് സുഹൃത്തുക്കളെ, കഥ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം. നിങ്ങൾ ഈ രാത്രി യാത്രകൾ ശരിക്കും ആസ്വദിക്കുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സ്ലംബർ സാഗ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾ എവിടെ നിന്നാണ് ഇത് കേൾക്കുന്നത്, ഇപ്പോൾ അവിടെ എത്ര സമയമായി എന്നതിനെക്കുറിച്ച് ഒരു കമൻ്റ് ഇടുക. കാരണം ആരൊക്കെ എവിടെ നിന്നൊക്കെയാണ് ഈ കഥ കേൾക്കുന്നതെന്ന് എനിക്ക് അറിയാൻ താല്പര്യമുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ബെഡ്റൂം ലൈറ്റുകൾ ഡിം ചെയ്യുക. നല്ലൊരു പശ്ചാത്തല ശബ്ദത്തിനായി ആ ഫാൻ ഓൺ ചെയ്യുക. ഇന്ന് രാത്രിയിലെ ഈ യാത്രയിലേക്ക് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. നമ്മുടെ കഥ തുടങ്ങുന്നത് 1564-ൽ ഇറ്റലിയിലെ പിസ എന്ന നഗരത്തിലാണ്. അവിടത്തെ പ്രശസ്തമായ ചെരിഞ്ഞ ഗോപുരത്തിൻ്റെ അടുത്തുള്ളൊരു വീട്ടിൽ വിൻസെൻസോ ഗലീലി എന്നൊരു സംഗീതജ്ഞനുണ്ടായിരുന്നു. അദ്ദേഹം വെറുമൊരു സാധാരണ സംഗീതജ്ഞനായിരുന്നില്ല. ലൂട്ട് എന്ന തന്ത്രിവാദ്യം വായിക്കുന്നതിലും സംഗീതശാസ്ത്രത്തിലും വലിയ പാണ്ഡിത്യമുള്ള ആളായിരുന്നു. സംഗീതത്തിൻ്റെ ഗണിതത്തെക്കുറിച്ച് പുസ്തകങ്ങൾ വരെ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിനൊരു മകൻ പിറന്നു. അവന് ഗലീലിയോ ഗലീലി എന്ന് പേരിട്ടു. എല്ലാ അച്ഛന്മാരെയും പോലെ വിൻസെൻസോയ്ക്കും മകനെക്കുറിച്ച് വലിയ സ്വപ്നങ്ങളുണ്ടായിരുന്നു. തൻ്റെ മകനൊരു ഡോക്ടറാകണം. ആ കാലത്ത് ഏറ്റവും കൂടുതൽ പണവും പ്രശസ്തിയും കിട്ടുന്ന ജോലികളിലൊന്നാണ് വൈദ്യശാസ്ത്രം. ഒരു സംഗീതജ്ഞന്റെ ജീവിതം അത്ര സുരക്ഷിതമല്ലെന്ന് അദ്ദേഹത്തിന് സ്വന്തം അനുഭവത്തിൽ നിന്നറിയാമായിരുന്നു. അതുകൊണ്ട് മകനെ ഒരു ഡോക്ടറാക്കി നല്ലൊരു ജീവിതമുണ്ടാക്കി കൊടുക്കണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. കുട്ടി ഗലീലിയോ മിടുക്കനായിരുന്നു. അച്ഛനെപ്പോലെ തന്നെ സംഗീതത്തിലും ചിത്രരചനയിലുമൊക്കെ അവന് നല്ല കഴിവുണ്ടായിരുന്നു. പക്ഷെ അവൻ്റെ തലയ്ക്കകത്ത് എപ്പോഴും എന്തൊക്കെയോ ചിന്തകളായിരുന്നു. എന്തിനേയും കൗതുകത്തോടെ നോക്കിക്കാണുന്നൊരു സ്വഭാവം. വല്ല കളിപ്പാട്ടവും കയ്യിൽ കിട്ടിയാൽ അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നറിയാൻ അഴിച്ചു പണിയുന്നൊരു കുട്ടി. വളർന്നു വന്നപ്പോൾ അവനെ അടുത്തുള്ളൊരു ആശ്രമത്തിലെ സ്കൂളിൽ പഠിക്കാൻ ചേർത്തു. അവിടെ വെച്ച് സാഹിത്യത്തിലും തത്വചിന്തയിലുമൊക്കെ അവൻ മികവ് പുലർത്തി. ഒരു ഘട്ടത്തിൽ ഒരു പുരോഹിതനാകാൻ വരെ അവൻ ആഗ്രഹിച്ചു. പക്ഷെ വിൻസെൻസോയ്ക്കത് തീരെ ഇഷ്ടപ്പെട്ടില്ല. തൻ്റെ മകനെ ഡോക്ടറാക്കാനുള്ള പ്ലാനിൽ നിന്ന് അണുവിട മാറാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. അങ്ങനെ അദ്ദേഹം അവനെ അവിടുന്ന് തിരികെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. 17ാമത്തെ വയസ്സിൽ അച്ഛൻ്റെ നിർബന്ധത്തിന് വഴങ്ങി ഗലീലിയോ പിസ യൂണിവേഴ്സിറ്റിയിൽ വൈദ്യശാസ്ത്രം പഠിക്കാൻ ചേർന്നു. പക്ഷേ ആ ക്ലാസുകൾ അവന് വലിയ ബോറടിയായിരുന്നു. ലാറ്റിൻ ഭാഷയിലുള്ള വലിയ പുസ്തകങ്ങളും മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള വരണ്ട ലെക്ചറുകളും അവൻ്റെ ശ്രദ്ധ പിടിച്ചുപറ്റിയില്ല. അവൻ്റെ മനസ്സെപ്പോഴും പുറത്തുള്ള ലോകത്തായിരുന്നു. ക്ലാസ്സിലിരിക്കുമ്പോഴും അവൻ്റെ ചിന്തകൾ പല വഴിക്കായിരുന്നു സഞ്ചരിച്ചിരുന്നത്.
അങ്ങനെയിരിക്കെ ഒരു ദിവസം യൂണിവേഴ്സിറ്റിയിലെ ക്ലാസ്സിൽ നിന്നും അവൻ അടുത്തുള്ള പിസ കത്തീഡ്രലിലേക്ക് കയറി ചെന്നു. വലിയ ആ പള്ളിക്കുള്ളിലെ നിശബ്ദതയിൽ അവിടിവിടെയായി മെഴുകുതിരികൾ കത്തുന്നുണ്ട്. മച്ചിൽ നിന്ന് നീണ്ട ചങ്ങലകളിൽ തൂക്കിയിട്ടിരിക്കുന്ന വലിയ വിളക്കുകൾ. പള്ളിയിലെ ജോലിക്കാരിലൊരാൾ എണ്ണയൊഴിക്കാൻ വേണ്ടി ഒരു വിളക്ക് വലിച്ചു നീക്കി വിട്ടതേയുണ്ടായിരുന്നുള്ളൂ. ആ വലിയ വിളക്ക് ഒരു പെൻഡുലം പോലെ അങ്ങോട്ടുമിങ്ങോട്ടും ആടിക്കൊണ്ടിരിക്കുന്നു. എല്ലാവരും പ്രാർത്ഥനയിലും മറ്റു കാര്യങ്ങളിലും മുഴുകിയിരിക്കുമ്പോൾ ഗലീലിയോയുടെ കണ്ണുകൾ ആ ആടുന്ന വിളക്കിലായിരുന്നു. അവനൊരു കൗതുകം തോന്നി. ആ വിളക്ക് ഒരു വശത്ത് നിന്ന് മറുവശത്തെത്താൻ എത്ര സമയമെടുക്കുന്നുണ്ട്? കയ്യിലാണെങ്കിൽ സമയമളക്കാൻ ഒരു വാച്ചോ ക്ലോക്കോ ഒന്നുമില്ല. അപ്പോഴാണ് അവന് ഒരു ബുദ്ധി തോന്നിയത്. അവൻ സ്വന്തം കൈത്തണ്ടയിലെ നാഡിമിടിപ്പ് ഉപയോഗിച്ച് ആ ആട്ടത്തിന്റെ സമയം അളക്കാൻ തുടങ്ങി. അവൻ അത്ഭുതത്തോടെ ഒരു കാര്യം ശ്രദ്ധിച്ചു. വിളക്കിന്റെ ആട്ടം വലുതായാലും ചെറുതായാലും ഒരു ഭാഗത്തു നിന്നും മറുവശത്തെത്താൻ എടുക്കുന്ന സമയം എപ്പോഴും ഒന്നു തന്നെ. ആട്ടം കുറഞ്ഞു വരുമ്പോൾ അതിൻ്റെ വേഗത കുറയുന്നു, ദൂരം കുറയുന്നു. പക്ഷേ സമയം മാത്രം മാറുന്നില്ല. വൈദ്യശാസ്ത്ര ക്ലാസ്സിൽ കേട്ടിരിക്കുന്ന എന്തിനേക്കാളും വലിയൊരു അറിവായിരുന്നു അത്. പ്രപഞ്ചത്തിൻ്റെ താക്കോലുകളിലൊന്ന് അവിചാരിതമായി അവൻ്റെ കയ്യിൽ കിട്ടിയതുപോലെയായിരുന്നു ആ നിമിഷം. ഈ ഒരു ചെറിയ നിരീക്ഷണം ഗലീലിയോയുടെ ജീവിതത്തെ മാറ്റിമറിച്ചു. ലോകം പ്രവർത്തിക്കുന്നത് ചില കൃത്യമായ നിയമങ്ങൾ അനുസരിച്ചാണെന്നും അത് കണ്ടെത്താൻ നമ്മുടെ ചുറ്റുമുള്ള സാധാരണ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയെന്നും അവന് മനസ്സിലായി. അവൻ തിരികെ യൂണിവേഴ്സിറ്റിയിലെത്തി. പക്ഷേ ഇപ്പോൾ അവൻ്റെ ശ്രദ്ധ മുഴുവൻ വൈദ്യശാസ്ത്രത്തിൽ നിന്ന് ഗണിതശാസ്ത്രത്തിലേക്ക് മാറി. ഡോക്ടർമാർ മനുഷ്യ ശരീരത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ഗണിതശാസ്ത്രജ്ഞർ പ്രപഞ്ചത്തിൻ്റെ ഭാഷയാണ് പഠിക്കുന്നതെന്ന് അവന് തോന്നിത്തുടങ്ങി. ഒരു ദിവസം യൂണിവേഴ്സിറ്റിയിലെ മറ്റൊരു ക്ലാസ്സിൽ നിന്ന് വരുന്ന ശബ്ദം കേട്ട് അവൻ അങ്ങോട്ട് ചെന്നു. അവിടെ ടസ്കനിയിലെ ഭരണാധികാരിയുടെ കൊട്ടാരത്തിലെ ഗണിതശാസ്ത്രജ്ഞനായ ഓസ്റ്റീലിയോ റിച്ചി കൊട്ടാരത്തിലെ ചില ജോലിക്കാർക്ക് യൂക്ലിഡിൻ്റെ ജ്യാമിതി പഠിപ്പിക്കുകയായിരുന്നു. അന്ന് ഗണിതശാസ്ത്രം ഇന്നത്തെ പോലെ എല്ലാവരും പഠിക്കുന്ന ഒരു വിഷയമായിരുന്നില്ല. വളരെ കുറച്ചുപേർ മാത്രം കൈകാര്യം ചെയ്തിരുന്ന ഒന്നായിരുന്നു അത്. ഗലീലിയോ ആ ക്ലാസിൻ്റെ വാതിൽക്കൽ നിന്ന് ഒളിഞ്ഞു കേട്ടു. റിച്ചി ത്രികോണങ്ങളെയും വൃത്തങ്ങളെയും കുറിച്ചാണ് സംസാരിച്ചിരുന്നത്. പക്ഷെ ഗലീലിയോയ്ക്ക് അത് വെറും രൂപങ്ങളായിട്ടല്ല തോന്നിയത്. പ്രപഞ്ചത്തിൻ്റെ രഹസ്യങ്ങൾ അടച്ചുവെച്ച പൂട്ടുകൾ തുറക്കാനുള്ള താക്കോലുകളാണവയെന്ന് അവന് മനസ്സിലായി. അവൻ അതുവരെ വൈദ്യശാസ്ത്ര ക്ലാസ്സുകളിൽ പഠിച്ചതിനേക്കാൾ എത്രയോ മനോഹരവും യുക്തിഭദ്രവുമായിരുന്നു ആ ലോകം. അന്നു മുതൽ ഗലീലിയോ രഹസ്യമായി ഗണിതം പഠിക്കാൻ തുടങ്ങി. അച്ഛൻ വിൻസെൻസോ ഇതറിഞ്ഞാൽ വലിയ പ്രശ്നമാകും. കാരണം അദ്ദേഹത്തിൻ്റെ കണ്ണിൽ ഗണിതശാസ്ത്രജ്ഞർക്ക് ഡോക്ടർമാരെ പോലെ പണമോ പ്രശസ്തിയോ ഇല്ല. മകൻ്റെ ഭാവിയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങൾ തകരാൻ അദ്ദേഹം ആഗ്രഹിച്ചില്ല. പക്ഷെ ഗലീലിയോയ്ക്ക് തൻ്റെ വഴി ഇതാണെന്നുറപ്പായിരുന്നു. അവൻ ഓസ്ട്രേലിയോ റിച്ചിയെ പോയി കണ്ടു, തൻ്റെ ആഗ്രഹം അറിയിച്ചു. ഗലീലിയോയുടെ കണ്ണുകളിലെ തിളക്കവും അവൻ്റെ ചോദ്യങ്ങളിലെ ആഴവും കണ്ട് റിച്ചിക്ക് മനസ്സിലായി, ഇതൊരു സാധാരണ കുട്ടിയല്ലെന്ന്. അദ്ദേഹം അവനെ പഠിപ്പിക്കാൻ സമ്മതിച്ചു. ഗലീലിയോ വൈദ്യശാസ്ത്ര പുസ്തകങ്ങളെല്ലാം മാറ്റിവെച്ച് യൂക്ലിഡിൻ്റെയും ആർക്കിമിഡീസിൻ്റെയും ലോകത്തേക്ക് ഊളിയിട്ടു. ഓരോ സിദ്ധാന്തങ്ങളും അവനെ അത്ഭുതപ്പെടുത്തി. പ്രകൃതിയിലെ ഓരോ ചലനത്തിനും പിന്നിൽ കൃത്യമായ ഗണിത നിയമങ്ങളുണ്ടെന്ന തിരിച്ചറിവ് അവനെ കൂടുതൽ ആവേശഭരിതനാക്കി. താമസിയാതെ ഈ രഹസ്യപഠനം അച്ഛൻ വിൻസെൻസോ കണ്ടുപിടിച്ചു. അദ്ദേഹം ഒരുപാട് ദേഷ്യപ്പെട്ടു. മകൻ്റെ ഭാവിയോർത്ത് അദ്ദേഹം ശരിക്കും ഭയന്നു. അദ്ദേഹം റിച്ചിയെ പോയി കണ്ട് തൻ്റെ മകനെ വഴിതെറ്റിക്കരുതെന്ന് പറഞ്ഞു. പക്ഷേ ഓസ്ട്രേലിയോ റിച്ചി വിൻസെൻസോയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ മകൻ വെറുമൊരു കണക്കുകൂട്ടുകാരനാകാൻ ജനിച്ചവനല്ല, അവനൊരു പ്രതിഭയാണ്. വൈദ്യശാസ്ത്രത്തിൽ അവനൊരു പക്ഷേ ഒരു ശരാശരി ഡോക്ടർ ആയേക്കാം. പക്ഷേ ഗണിതത്തിലും ഭൗതികശാസ്ത്രത്തിലും അവൻ ചരിത്രം തന്നെ മാറ്റിയെഴുതാൻ കഴിവുള്ളവനാണ്. സംഗീതത്തിലെ താളവും ലയവും പോലെയാണ് പ്രപഞ്ചത്തിലെ നിയമങ്ങൾ. ഒരു സംഗീതജ്ഞനായ നിങ്ങൾക്ക് അത് മനസ്സിലാകുമല്ലോ. ഒരു സംഗീതജ്ഞനെന്ന നിലയിൽ വിൻസെൻസോയ്ക്ക് ആ ഉപമ മനസ്സിലായി. ഗണിതവും സംഗീതവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പുസ്തകം എഴുതിയ ആളാണ് അദ്ദേഹം. മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും അദ്ദേഹം ഒടുവിൽ മകൻ്റെ ഇഷ്ടത്തിന് വഴങ്ങി. അങ്ങനെ 21ാമത്തെ വയസ്സിൽ ഗലീലിയോ ഗലീലി വൈദ്യശാസ്ത്രത്തിൽ ബിരുദമെടുക്കാതെ പിസ യൂണിവേഴ്സിറ്റി വിട്ടു.
കയ്യിലൊരു സർട്ടിഫിക്കറ്റുമില്ല, ജോലിയുമില്ല. പക്ഷെ അവൻ്റെ തലനിറയെ ആശയങ്ങളായിരുന്നു. പ്രപഞ്ചം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നതിനെക്കുറിച്ചുള്ള ആയിരക്കണക്കിന് ചോദ്യങ്ങൾ. ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടിയുള്ള ഒരു യാത്രയുടെ തുടക്കമായിരുന്നു അത്. പിസയിലെ ഒരു സംഗീതജ്ഞൻ്റെ മകൻ അച്ഛൻ ആഗ്രഹിച്ച ഡോക്ടർ കുപ്പായം ഉപേക്ഷിച്ച് നക്ഷത്രങ്ങളുടെയും ഗ്രഹങ്ങളുടെയും ചലന നിയമങ്ങൾ കണ്ടെത്താനുള്ള വലിയൊരു ലോകത്തേക്ക് ആദ്യത്തെ ചുവടുവയ്ക്കുകയായിരുന്നു. ആ ചുവടുവെപ്പാണ് പിന്നീട് ലോകത്തിൻ്റെ തന്നെ ഗതി മാറ്റാൻ പോകുന്നതെന്ന് അന്ന് ആരും അറിഞ്ഞിരുന്നില്ല. പിസ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദമെടുക്കാതെ പുറത്തിറങ്ങിയെങ്കിലും ഗലീലിയോയുടെ അറിവും കഴിവും ശ്രദ്ധിക്കപ്പെടാതെ പോയില്ല. ഗണിതത്തിലും പ്രകൃതിശാസ്ത്രത്തിലുമുള്ള അദ്ദേഹത്തിൻ്റെ അസാധാരണമായ പാടവം കാരണം കുറച്ചു വർഷങ്ങൾക്ക് ശേഷം അതേ പിസ യൂണിവേഴ്സിറ്റിയിൽ തന്നെ അദ്ദേഹത്തിനൊരു ഗണിതശാസ്ത്ര പ്രൊഫസറായി ജോലി ലഭിക്കുന്നു. ഇത് വലിയൊരു നേട്ടമായിരുന്നു. പക്ഷേ ആ പഴയ യൂണിവേഴ്സിറ്റിയുടെ ചിന്താരീതികൾക്ക് ഒരു മാറ്റവും വന്നിട്ടുണ്ടായിരുന്നില്ല. അവിടുത്തെ പ്രൊഫസർമാരും വിദ്യാർത്ഥികളും പാഠപുസ്തകങ്ങളും എല്ലാം 2000 വർഷം മുൻപ് ജീവിച്ചിരുന്ന ഒരാളുടെ വാക്കുകളെ വേദവാക്യമായി കണ്ടിരുന്ന ഒരു കാലമായിരുന്നു അത്. ആ വ്യക്തിയാണ് അരിസ്റ്റോട്ടിൽ. അരിസ്റ്റോട്ടിൽ പറഞ്ഞാൽ അതിനപ്പുറമൊന്നും ഉണ്ടായിരുന്നില്ല. സൂര്യൻ കിഴക്കുദിക്കുന്നത് പോലെ അതൊരു സത്യമാണ്. എന്തെങ്കിലും ഒരു സംശയം വന്നാൽ സ്വന്തമായി പരീക്ഷിച്ചു നോക്കുകയല്ല അന്നത്തെ രീതി. അരിസ്റ്റോട്ടിലിൻ്റെ പുസ്തകങ്ങളിൽ അതിൻ്റെ ഉത്തരമുണ്ടോ എന്ന് തപ്പുകയാണ് അവർ ചെയ്തിരുന്നത്. ഭൗതികശാസ്ത്രത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ അരിസ്റ്റോട്ടിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിലൊന്ന് വളരെ ലളിതമായിരുന്നു. ഭാരമുള്ള വസ്തുക്കൾ ഭാരം കുറഞ്ഞ വസ്തുക്കളെക്കാൾ വേഗത്തിൽ താഴെ വീഴും. ഒറ്റക്കേൾവിയിൽ ഇത് ശരിയാണെന്ന് നമുക്കും തോന്നാം, അല്ലേ? ഒരു വലിയ കല്ലും ഒരു തൂവലും ഒരേ ഉയരത്തിൽ നിന്ന് താഴേക്കിട്ടാൽ കല്ലു തന്നെയല്ലേ ആദ്യം നിലത്തെത്തുക? അരിസ്റ്റോട്ടിലിൻ്റെ ഈ നിയമം ആർക്കും അത്രയധികം സംശയം തോന്നിയിരുന്നില്ല. കാരണം അത് നമ്മുടെ സാധാരണ കണ്ണുകൊണ്ട് കാണുന്ന ഒരു കാഴ്ചയായിരുന്നു. പക്ഷേ ഗലീലിയോയുടെ ചിന്താരീതി വ്യത്യസ്തമായിരുന്നു. അദ്ദേഹം പുസ്തകങ്ങളിൽ വായിക്കുന്നതിനേക്കാൾ കൂടുതൽ വിശ്വസിച്ചത് സ്വന്തം കണ്ണുകളെയും യുക്തിയെയുമായിരുന്നു. അരിസ്റ്റോട്ടിൽ വലിയൊരു ചിന്തകനാണ്. പക്ഷേ അദ്ദേഹം പറയുന്നതെല്ലാം ശരിയാകണമെന്നുണ്ടോ എന്ന് ഗലീലിയോ ചിന്തിക്കാൻ തുടങ്ങി. ഈ തൂവലിൻ്റെയും കല്ലിൻ്റെയും കാര്യം തന്നെ എടുക്കാം. തൂവൽ പതുക്കെ താഴേക്ക് വരുന്നത് അതിൻ്റെ ഭാരം കുറവായതുകൊണ്ടാണോ അതോ വായു അതിനെ തടഞ്ഞു നിർത്തുന്നതുകൊണ്ടാണോ? വായുവില്ലാത്തൊരിടത്താണ് നമ്മൾ ഈ പരീക്ഷണം നടത്തുന്നതെങ്കിലോ? ഗലീലിയോ ക്ലാസുകളിൽ ഈ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. ഇത് മറ്റു പ്രൊഫസർമാർക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. ആരാണിവൻ 2000 വർഷമായി നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങളെ ചോദ്യം ചെയ്യാൻ? അവർ അദ്ദേഹത്തെ ഒരു അഹങ്കാരിയായി കണ്ടു. പ്രായം കുറഞ്ഞ അനുഭവപരിചയമില്ലാത്ത ഒരു ചെറുപ്പക്കാരൻ മഹാനായ അരിസ്റ്റോട്ടിലിനെ തിരുത്താൻ വന്നിരിക്കുന്നു എന്നൊക്കെ അവർ പരസ്പരം പിറുപിറുക്കാൻ തുടങ്ങി. യൂണിവേഴ്സിറ്റിയിലെ മറ്റ് അധ്യാപകർക്കിടയിൽ ഗലീലിയോ പതിയെ ഒരൊറ്റപ്പെട്ടവനായി മാറി. പക്ഷേ അദ്ദേഹത്തിൻ്റെ ക്ലാസുകൾ വിദ്യാർത്ഥികൾക്ക് ഇഷ്ടമായിരുന്നു. കാരണം അദ്ദേഹം പുസ്തകത്തിൽ നിന്ന് വായിച്ചു പഠിപ്പിക്കുകയായിരുന്നില്ല. പകരം ഓരോ കാര്യവും പരീക്ഷണങ്ങളിലൂടെ തെളിയിക്കാൻ ശ്രമിച്ചു. അങ്ങനെയിരിക്കെയാണ് അദ്ദേഹം തൻ്റെ ഏറ്റവും പ്രശസ്തമായ ആ പരീക്ഷണത്തിന് തയ്യാറെടുക്കുന്നത്. ചില ചരിത്രകാരന്മാർക്കിടയിൽ ഈ സംഭവം നടന്നോ ഇല്ലയോ എന്നതിനെക്കുറിച്ച് ഇപ്പോഴും ചില തർക്കങ്ങളുണ്ട്. കാരണം ഗലീലിയോ തന്നെ ഇതിനെക്കുറിച്ച് വ്യക്തമായി ഒരിടത്തും എഴുതിയിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു വിദ്യാർത്ഥി പിന്നീട് എഴുതിയ ജീവചരിത്രത്തിൽ ഈ സംഭവത്തെക്കുറിച്ച് വിശദമായി പറയുന്നുണ്ട്. അതുകൊണ്ട് നമുക്കിത് നടന്നു എന്ന് തന്നെ സങ്കല്പിക്കാം. അരിസ്റ്റോട്ടിലിന്റെ സിദ്ധാന്തം തെറ്റാണെന്ന് വാക്കുകൾ കൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് ഗലീലിയോയ്ക്ക് മനസ്സിലായി. അതെല്ലാവരുടെയും മുന്നിൽ വെച്ച് തെളിയിക്കണം. അതിനു പറ്റിയ ഏറ്റവും നല്ല സ്ഥലമേതായിരുന്നു? പിസയിലെ ചെരിഞ്ഞ ഗോപുരം തന്നെ. 56 മീറ്റർ ഉയരമുള്ള ആ മാർബിൾ ഗോപുരത്തിന്റെ മുകളിൽ നിന്നൊരു പരീക്ഷണം നടത്തിയാൽ നഗരത്തിലുള്ള എല്ലാവർക്കും അത് വ്യക്തമായി കാണാം. ഒരു ദിവസം രാവിലെ ഗലീലിയോ യൂണിവേഴ്സിറ്റിയിലെ മറ്റു പ്രൊഫസർമാരെയും വിദ്യാർത്ഥികളെയും പിന്നെ ആ വഴിയെ പോയ നാട്ടുകാരെയും വിളിച്ചുകൂട്ടി. എന്നിട്ട് അവരോട് പറഞ്ഞു, മഹാനായ അരിസ്റ്റോട്ടിൽ പറഞ്ഞത് ഭാരമുള്ള വസ്തുക്കൾ വേഗത്തിൽ വീഴുമെന്നാണ്. ഞാനിതാ ഇവിടെ ബോൾ പോലുള്ള 2 പീരങ്കിയുണ്ടകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അദ്ദേഹം തൻ്റെ കയ്യിലിരുന്ന 2 ബോൾ പീരങ്കിയുണ്ടകൾ അവരെ കാണിച്ചു. ഒന്ന് വലുതും ഭാരം കൂടിയതുമാണ്, ഏകദേശം 10 പൗണ്ട് ഭാരമുള്ളത്. മറ്റേത് ചെറുത് 1 പൗണ്ട് മാത്രം ഭാരമുള്ള ഒരു മസ്കറ്റ് ബോൾ.
അരിസ്റ്റോട്ടലിൻ്റെ നിയമം ശരിയാണെങ്കിൽ ഞാൻ ഇവ രണ്ടും ഒരേ സമയം താഴേക്കിട്ടാൽ വലിയ പന്ത് ചെറിയ പന്തിനേക്കാൾ വളരെ മുൻപേ നിലത്തെത്തണം. നമുക്ക് നോക്കാം, അദ്ദേഹം പറഞ്ഞു. അവിടെ കൂടി നിന്ന പ്രൊഫസർമാർ പരസ്പരം നോക്കി പുച്ഛത്തോടെ ചിരിച്ചു. വിദ്യാർത്ഥികൾ ആകാംക്ഷയോടെ മുകളിലേക്ക് നോക്കി. ഗലീലിയോ തൻ്റെ 2 സഹായികളോടൊപ്പം ആ ഗോപുരത്തിൻ്റെ മുകളിലേക്ക് കയറിപ്പോയി. 294 പടികൾ കയറി ഏറ്റവും മുകളിലെ ബാൽക്കണിയിലെത്തിയപ്പോൾ താഴെ ഒരു ചെറിയ ആൾക്കൂട്ടം തന്നെ രൂപപ്പെട്ടിരുന്നു. ഗലീലിയോ താഴേക്ക് നോക്കി. അവിശ്വാസത്തോടെ നോക്കി നിൽക്കുന്ന സഹപ്രവർത്തകരുടെ മുഖം അദ്ദേഹത്തിന് കാണാമായിരുന്നു. ഒരു നിമിഷം അദ്ദേഹം കണ്ണുകൾ അടച്ചു. ഇത് വെറുമൊരു പന്തെറിയൽ കളിയല്ല. 2000 വർഷം പഴക്കമുള്ള ഒരു വിശ്വാസത്തെയാണ് താൻ വെല്ലുവിളിക്കാൻ പോകുന്നത്. തൻ്റെ വാദം തെറ്റാണെന്ന് തെളിഞ്ഞാൽ താൻ എല്ലാവരുടെയും മുന്നിൽ ഒരു കോമാളിയാകും. പിസയിലെ തൻ്റെ ജോലിയും ഭാവിയും ഒരുപക്ഷെ അതോടെ അവസാനിച്ചേക്കാം. പക്ഷെ അദ്ദേഹത്തിൻ്റെ മനസ്സ് ഉറച്ചതായിരുന്നു. ഗണിതത്തിലൂടെയും യുക്തിയിലൂടെയും അദ്ദേഹം എത്തിച്ചേർന്ന നിഗമനം ശരിയാണെന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ടായിരുന്നു. അദ്ദേഹം തൻ്റെ 2 കൈകളിലും ഓരോ പന്തുകളെടുത്തു. ഒന്ന് വലുത്, ഒന്ന് ചെറുത്. എന്നിട്ട് ബാൽക്കണിയുടെ അറ്റത്തേക്ക് നീങ്ങി നിന്നു. താഴെ പൂർണ്ണ നിശബ്ദത. എല്ലാവരും ശ്വാസം അടക്കിപ്പിടിച്ച് മുകളിലേക്ക് നോക്കുകയാണ്. ഗലീലിയോ ഒരേ സമയം 2 കൈകളും താഴേക്ക് വിട്ടു. ആ 2 പന്തുകളും വലുപ്പത്തിലും ഭാരത്തിലുമുള്ള വ്യത്യാസം വകവയ്ക്കാതെ ഒരുമിച്ച് താഴേക്ക് പതിക്കാൻ തുടങ്ങി. കാറ്റിൻ്റെ ചെറിയ ചലനങ്ങൾ ഒഴിച്ചാൽ അവ ഒപ്പത്തിനൊപ്പമാണ് നീങ്ങുന്നത്. താഴെ നിൽക്കുന്നവരുടെ കണ്ണുകൾ അത്ഭുതം കൊണ്ട് വിടർന്നു. അരിസ്റ്റോട്ടലിൻ്റെ നിയമമനുസരിച്ച് വലിയ പന്ത് ഒരു മിന്നൽ പോലെ താഴേക്ക് കുതിക്കേണ്ടതാണ്. പക്ഷേ അതല്ല സംഭവിക്കുന്നത്. 2 പന്തുകളും ഏതാണ്ട് ഒരേ വേഗതയിലാണ് ഭൂമിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരു വലിയ ശബ്ദത്തോടെ ഏതാണ്ട് ഒരേ നിമിഷത്തിൽ ആ 2 പന്തുകളും ഗോപുരത്തിൻ്റെ താഴെയുള്ള തറയിൽ വന്നിടിച്ചു. ആ 2 ചെറിയ ശബ്ദങ്ങൾക്കിടയിൽ ഒരു നിമിഷത്തിൻ്റെ വ്യത്യാസം പോലും ഉണ്ടായിരുന്നില്ല. താഴെ നിന്ന ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് ഒരത്ഭുതത്തിൻ്റെ ആരവം ഉയർന്നു. വിദ്യാർത്ഥികൾ ആർപ്പു വിളിച്ചു. പക്ഷേ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർമാരുടെ മുഖം വിളറി വെളുത്തിരുന്നു. അവർക്ക് അവരുടെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. 2000 വർഷമായി അവർ പഠിപ്പിച്ചതും വിശ്വസിച്ചതുമായ ഒരു വലിയ സത്യം അവരുടെ കൺമുന്നിൽ ഒരു ചെറുപ്പക്കാരൻ വെറും 2 പന്തുകൾ കൊണ്ട് പൊളിച്ചെടുക്കിയിരിക്കുന്നു. ചിലർ പറഞ്ഞു, ഇതൊരു മാജിക്കാണ്, എന്തോ കൺകെട്ട് വിദ്യയാണ്. മറ്റു ചിലർ പറഞ്ഞു, ചെറിയൊരു വ്യത്യാസമുണ്ടായിരുന്നു. വലിയ പന്ത് തന്നെയാണ് ആദ്യം വീണത്, നമുക്ക് ശരിക്ക് കാണാൻ കഴിയാത്തതാണ്. അവർക്ക് ആ സത്യം അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. കാരണം അത് അംഗീകരിക്കുന്നതിനർത്ഥം അവർ ജീവിതകാലം മുഴുവൻ വിശ്വസിച്ചിരുന്നതെല്ലാം തെറ്റായിരുന്നു എന്ന് സമ്മതിക്കുന്നതിന് തുല്യമായിരുന്നു. ഗലീലിയോ ഗോപുരത്തിൽ നിന്ന് താഴെ ഇറങ്ങി വന്നു. അദ്ദേഹത്തിൻ്റെ മുഖത്തൊരു വിജയച്ചിരിയുണ്ടായിരുന്നു. അദ്ദേഹം അവരോട് വിശദീകരിക്കാൻ ശ്രമിച്ചു. വായുവിൻ്റെ ഘർഷണം അഥവാ എയർ റെസിസ്റ്റൻസ് ഇല്ലെങ്കിൽ എല്ലാ വസ്തുക്കളും അവയുടെ ഭാരം എന്തുതന്നെയായാലും ഒരേ അക്സിലറേഷനോടെ താഴേക്ക് വീഴുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഒരു തൂവലും ഒരു പീരങ്കിയുണ്ടയും വായുവില്ലാത്തൊരിടത്ത് ഒരേ സമയം താഴേക്ക് വീഴും. പിസ ഗോപുരത്തിൽ നിന്ന് താഴെയിട്ട പന്തുകളുടെ കാര്യത്തിൽ വായുവിൻ്റെ ഘർഷണം വളരെ ചെറുതായതുകൊണ്ടാണ് അവ ഏതാണ്ട് ഒരുമിച്ച് നിലത്തെത്തിയത്. പക്ഷേ ആ തെളിവ് കണ്ടിട്ടും പിസയിലെ യാഥാസ്ഥിതികരായ പ്രൊഫസർമാർ അത് അംഗീകരിക്കാൻ തയ്യാറായില്ല. ഈ സംഭവം ഗലീലിയോയ്ക്ക് അവിടെ കൂടുതൽ ശത്രുക്കളെ ഉണ്ടാക്കിക്കൊടുത്തു. അവർ അദ്ദേഹത്തെ ഒറ്റപ്പെടുത്താൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ കരാർ പുതുക്കിക്കൊടുക്കാതെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പുറത്താക്കാൻ വരെ ശ്രമങ്ങൾ നടന്നു. ഒരു പഴയ സത്യം തെറ്റാണെന്ന് തെളിയിക്കുന്നത് പുതിയൊരു സത്യം കണ്ടെത്തുന്നതിനേക്കാൾ എത്രയോ പ്രയാസമുള്ള കാര്യമാണെന്ന് ഗലീലിയോയ്ക്ക് അന്ന് ദിവസം മനസ്സിലായി. പിസയിലെ ചരിഞ്ഞ ഗോപുരത്തിൽ വെച്ച് അദ്ദേഹം തെളിയിച്ചത് വെറും ഭൗതികശാസ്ത്രത്തിലെ ഒരു നിയമം മാത്രമായിരുന്നില്ല, മറിച്ച് അറിവ് നേടാനുള്ള ശരിയായ മാർഗം പുസ്തകങ്ങളിലെ അന്ധമായ വിശ്വാസമല്ല, മറിച്ച് സ്വന്തമായ പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളുമാണെന്ന വലിയ സത്യം കൂടിയായിരുന്നു. ആ വലിയ സത്യമാണ് പിന്നീട് ആധുനിക ശാസ്ത്രത്തിൻ്റെ തന്നെ അടിത്തറയായി മാറിയത്. പിസയിലെ അനുഭവങ്ങൾ ഗലീലിയോയെ ഒരു കാര്യം പഠിപ്പിച്ചു. ശരിയാണെന്നുറപ്പുള്ള കാര്യങ്ങൾ പറയുമ്പോൾ പോലും യാഥാസ്ഥിതികരായ ആളുകൾക്കിടയിൽ ജീവിക്കുന്നത് എളുപ്പമല്ല. അവിടുത്തെ കുറഞ്ഞ ശമ്പളവും അക്കാദമിക് രംഗത്തെ എതിർപ്പുകളും അദ്ദേഹത്തെ മടുപ്പിച്ചു. അങ്ങനെ 1592 തൻ്റെ 28ാമത്തെ വയസ്സിൽ അദ്ദേഹം പാദുവ സർവകലാശാലയിലേക്ക് മാറി. അന്നത്തെ യൂറോപ്പിലെ ഏറ്റവും മികച്ച സർവകലാശാലകളിലൊന്നായിരുന്നു പാദുവ. അത് സ്വതന്ത്ര ചിന്തയ്ക്ക് പേരുകേട്ട വെനീഷ്യൻ റിപ്പബ്ലിക്കിൻ്റെ ഭാഗമായിരുന്നു. പിസയിലെ ശ്വാസം മുട്ടിക്കുന്ന അന്തരീക്ഷത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിരുന്നു പാദുവ. അവിടെ പുതിയ ആശയങ്ങളെ ആളുകൾ സ്വാഗതം ചെയ്തു.
ശമ്പളവും വളരെ കൂടുതലായിരുന്നു. ഗലീലിയോയ്ക്ക് അവിടെ ഗണിതവും ജ്യോതിർശാസ്ത്രവും പിന്നെ പട്ടാളക്കാർക്ക് ഉപകാരപ്പെടുന്ന കോട്ട കെട്ടുന്ന വിദ്യകളും പഠിപ്പിക്കാനുള്ള ജോലി കിട്ടി. പാദുവായിലെ ജീവിതം ഗലീലിയോ ശരിക്കും ആസ്വദിച്ചു. അദ്ദേഹം ഒരു മികച്ച അധ്യാപകനായിരുന്നു. യൂറോപ്പിലെ പല ഭാഗങ്ങളിൽ നിന്നും വിദ്യാർത്ഥികൾ അദ്ദേഹത്തിൻ്റെ ക്ലാസുകൾ കേൾക്കാനെത്തി. പഠിപ്പിക്കുന്നതിനൊപ്പം അദ്ദേഹം സ്വന്തമായി ഒരു വർക്ക്ഷോപ്പ് തുടങ്ങി. അവിടെ കോമ്പസ്, തെർമോമീറ്റർ പോലുള്ള ശാസ്ത്രീയ ഉപകരണങ്ങൾ നിർമ്മിച്ച് വിൽക്കാൻ തുടങ്ങി. ഇത് അദ്ദേഹത്തിന് പഠിപ്പിക്കുന്നതിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ അധികം വരുമാനം നേടിക്കൊടുത്തു. ഗലീലിയോ ഒരു ചിന്തകൻ മാത്രമല്ല, ഒരു പ്രായോഗിക ബുദ്ധിയുള്ള മനുഷ്യൻ കൂടിയായിരുന്നു എന്നർത്ഥം. ശാസ്ത്രം കൊണ്ട് ജീവിക്കാനും പണമുണ്ടാക്കാനും കഴിയുമെന്ന് അദ്ദേഹം നേരത്തെ തിരിച്ചറിഞ്ഞു. അങ്ങനെ 18 വർഷത്തോളം അദ്ദേഹം പാദുവയിൽ സന്തോഷത്തോടെ ജീവിച്ചു. പഠിപ്പിച്ചു, പ്രഭാഷണങ്ങൾ നടത്തി, ഉപകരണങ്ങൾ വിറ്റു. അദ്ദേഹത്തിൻ്റെ ജീവിതം മാറിമറിയാൻ പോകുന്ന ആ വാർത്ത വരുന്നത് 1609-ലാണ്. ഹോളണ്ടിൽ നിന്ന് ഒരു പുതിയ കണ്ടുപിടുത്തത്തെക്കുറിച്ച് ഒരു കിംവദന്തി യൂറോപ്പിലാകെ പടർന്നു. ഹാൻസ് ലിപ്പർഷെ എന്നൊരു കണ്ണട നിർമ്മാതാവ് യാദൃശ്ചികമായ ഒരു ഉപകരണമുണ്ടാക്കിയിരിക്കുന്നു. ഒരു കുഴലിൻ്റെ രണ്ടറ്റത്തും ഓരോ ലെൻസുകൾ വെച്ച് നോക്കിയപ്പോൾ ദൂരെയുള്ള പള്ളിയുടെ മണിഗോപുരം തൊട്ടടുത്ത് നിൽക്കുന്നതുപോലെ കാണാൻ കഴിഞ്ഞുവെന്ന്. സ്പൈ ഗ്ലാസ് എന്നോ മറ്റോ ആണ് ആളുകൾ അതിനെ വിളിച്ചിരുന്നത്. ഈ വാർത്ത വെനീസിലെത്തിയപ്പോൾ എല്ലാവരും അതിനെ ഒരു കൗതുക വാർത്തയായിട്ടാണ് കണ്ടത്. പക്ഷേ ഗലീലിയോ ഇത് കേട്ടപ്പോൾ അങ്ങനെയല്ല ചിന്തിച്ചത്. അദ്ദേഹത്തിന്റെ തലച്ചോറിനകത്ത് മിന്നലുകൾ പാഞ്ഞു. അദ്ദേഹത്തിന് ആ ഉപകരണം കാണേണ്ട ആവശ്യം പോലുമില്ലായിരുന്നു. ലെൻസുകളെക്കുറിച്ചും പ്രകാശത്തിന്റെ സഞ്ചാരപാതയെക്കുറിച്ചും അദ്ദേഹത്തിന് നല്ല ധാരണയുണ്ടായിരുന്നു. 2 ലെൻസുകൾ ഒരു പ്രത്യേക രീതിയിൽ വച്ചാൽ ഇത് സാധ്യമാകുമെന്ന് അദ്ദേഹത്തിന്റെ ഗണിതശാസ്ത്രപരമായ അറിവ് പറഞ്ഞു. ഒരുപക്ഷെ ഒരു വശം തള്ളിയിരിക്കുന്ന കോൺവെക്സ് ലെൻസും ഒരു വശം കുഴിഞ്ഞിരിക്കുന്ന കോൺകേവ് ലെൻസുമായിരിക്കണം ഉപയോഗിച്ചിട്ടുണ്ടാവുക. ഹോളണ്ടിലെ ആ കണ്ണടക്കാരൻ അത് യാദൃച്ഛികമായി കണ്ടെത്തിയതായിരിക്കാം. പക്ഷേ അതിൻ്റെ പിന്നിലെ ശാസ്ത്രം എന്താണെന്ന് ഗലീലിയോയ്ക്ക് മനസ്സിലായി. അതുകൊണ്ടുതന്നെ അതിനേക്കാൾ മികച്ച ഒരെണ്ണം നിർമ്മിക്കാൻ തനിക്ക് കഴിയുമെന്നും അദ്ദേഹം ഉറപ്പിച്ചു. ഇതൊരവസരമാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. ഈ ഉപകരണം ആദ്യം സ്വന്തമാക്കുന്ന രാജ്യത്തിന്, പ്രത്യേകിച്ചും വെനീസ് പോലെ ഒരു കച്ചവട നാവിക ശക്തിക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. അദ്ദേഹം സമയം ഒട്ടും പാഴാക്കിയില്ല. അദ്ദേഹം തൻ്റെ വർക്ക്ഷോപ്പിലേക്ക് ഓടി സ്വന്തമായി ലെൻസുകൾ ഉണ്ടാക്കിയെടുക്കുകയായിരുന്നു ആദ്യത്തെ പണി. ഇതത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. ഗ്ലാസ് കഷ്ണങ്ങൾ വാങ്ങി അവയെ ഉരച്ചും മിനുക്കിയും കൃത്യമായ ആകൃതിയിലുള്ള ലെൻസുകളാക്കി മാറ്റണം. ഒരുപാട് ശ്രമങ്ങൾ പരാജയപ്പെട്ടു. ചില ലെൻസുകൾക്ക് പുകച്ചിൽ, ചിലതിന് രൂപം ശരിയല്ല. രാത്രിയും പകലും അദ്ദേഹം ഉറക്കമിളച്ച് പണിയെടുത്തു. ഓരോ തവണ ലെൻസ് ഉണ്ടാക്കുമ്പോഴും അതൊരു ഈയക്കുഴലിൽ ഘടിപ്പിച്ച് അദ്ദേഹം ദൂരേക്ക് നോക്കും. തുടക്കത്തിൽ കിട്ടിയ കാഴ്ചകൾക്കൊന്നും വ്യക്തതയുണ്ടായിരുന്നില്ല. ഒടുവിൽ ദിവസങ്ങളുടെ കഠിനാധ്വാനത്തിന് ശേഷം അദ്ദേഹത്തിന് ശരിയായ 2 ലെൻസുകൾ കിട്ടി, ഒരു കോൺവെക്സും ഒരു കോൺകേവും. അദ്ദേഹം അതൊരു കുഴലിൻ്റെ 2 അറ്റത്തും ഘടിപ്പിച്ചു. എന്നിട്ട് ദൂരെയുള്ളൊരു കെട്ടിടത്തിലേക്ക് നോക്കി. അത്ഭുതം! ആ കെട്ടിടം 3 ഇരട്ടി വലുപ്പത്തിൽ തൊട്ടടുത്ത് നിൽക്കുന്നത് പോലെ വ്യക്തമായി കാണുന്നു. ഹോളണ്ടിലുണ്ടാക്കിയ ആ ആദ്യത്തെ സ്പൈ ഗ്ലാസിന്റെ അതേ ശക്തിയേ ഇതിനുമുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഗലീലിയോ അവിടെ നിർത്തിയില്ല. അദ്ദേഹത്തിന് അതിലും മികച്ചത് വേണമായിരുന്നു. അദ്ദേഹം വീണ്ടും ലെൻസുകൾ മിനുക്കാൻ തുടങ്ങി. കൂടുതൽ മികച്ച ഗ്ലാസുകൾ സംഘടിപ്പിച്ചു. കൂടുതൽ കൃത്യതയോടെ അവയെ രൂപപ്പെടുത്തി. ഏതാനും ആഴ്ചകൾക്കുള്ളിൽ 3 ഇരട്ടി വലുതാക്കി കാണിക്കുന്ന ഉപകരണത്തിന് പകരം 8 ഇരട്ടി വലുപ്പത്തിൽ കാണിക്കുന്ന ഒരു പുതിയ ഉപകരണം അദ്ദേഹം നിർമ്മിച്ചു. അതിനുശേഷം 20 ഇരട്ടി, 30 ഇരട്ടി. അദ്ദേഹം അതിനെ മെച്ചപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. കയ്യിൽ കിട്ടിയത് വെറുമൊരു കളിപ്പാട്ടമല്ല, ലോകത്തെ നോക്കിക്കാണാനുള്ള ഒരു പുതിയ ഇന്ദ്രിയമാണെന്ന് ഗലീലിയോ തിരിച്ചറിയുകയായിരുന്നു. പക്ഷേ ആ ഉപകരണം കൊണ്ട് ആദ്യം നോക്കേണ്ടത് എങ്ങോട്ടാണെന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് ഒരു സംശയവുമില്ലായിരുന്നു. അത് ആകാശത്തേക്കല്ല, വെനീസിലെ അധികാര കേന്ദ്രത്തിലേക്കായിരുന്നു. ഗലീലിയോ തൻ്റെ പുതിയ കണ്ടുപിടുത്തവുമായി നേരെ വെനീസിലെ ഭരണാധികാരിയായ ഡോജിൻ്റെ അടുത്തേക്ക് പോയി. വെനീസ് ഒരു വലിയ കച്ചവട സാമ്രാജ്യമാണ്. അവരുടെ ശക്തിയുടെ അടിസ്ഥാനം കടലിലെ ആധിപത്യമാണ്. ദൂരെ നിന്ന് വരുന്ന ശത്രു കപ്പലുകളെ എത്രയും പെട്ടെന്ന് തിരിച്ചറിയുന്നുവോ അത്രയും സുരക്ഷിതരാണവർ. ഗലീലിയോ ഡോജിനോടും മറ്റ് സെനറ്റർമാരോടും പറഞ്ഞു, എൻ്റെ കയ്യിൽ ഒരു ഉപകരണമുണ്ട്. ഇതുപയോഗിച്ചു നോക്കിയാൽ 2 മണിക്കൂർ ദൂരെ കടലിലുള്ള ഒരു കപ്പലിനെ
അത് വെറുമൊരു പൊട്ടുപോലെ കാണുന്ന സമയത്ത് തന്നെ ഏത് രാജ്യത്തിൻ്റെ കൊടിയാണ് അതിൽ പാറുന്നതെന്ന് വരെ വ്യക്തമായി കാണാൻ കഴിയും. അവർക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഗലീലിയോ അവരെ വെനീസിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമായ സെയിന്റ് മാർക്സ് കമ്പനയിലിൻ്റെ മുകളിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് അദ്ദേഹം തൻ്റെ ഉപകരണം അവർക്ക് നേരെ നീട്ടി. അവർ ഓരോരുത്തരായി അതിലൂടെ നോക്കി. അവരുടെ മുഖത്ത് അത്ഭുതം വിടരുന്നത് ഗലീലിയോ കണ്ടു. ദൂരെ ചക്രവാളത്തിൽ കണ്ണുകൊണ്ട് കഷ്ടിച്ചു കാണാൻ കഴിയുന്ന കപ്പലുകൾ ഈ കുഴലിലൂടെ നോക്കുമ്പോൾ തൊട്ടടുത്ത് നിൽക്കുന്നതുപോലെ കപ്പലിലെ ആളുകളെ വരെ അവർക്ക് കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. വെനീസിലെ ഭരണാധികാരികൾക്ക് അതിൻ്റെ പ്രാധാന്യം മനസ്സിലായി. ഇത് വെറുമൊരു കൗതുക വസ്തുവല്ല, മറിച്ച് തങ്ങളുടെ നാവികസേനയുടെ കണ്ണുകളാണ്. ഈ ഉപകരണം കയ്യിലുണ്ടെങ്കിൽ വെനീസിനെ ആക്രമിക്കാൻ വരുന്ന ഒരു ശത്രുവിനും അവരറിയാതെ തീരത്തെത്താൻ കഴിയില്ല. അവർക്ക് ഗലീലിയോയോട് വലിയ മതിപ്പ് തോന്നി. അവരദ്ദേഹത്തെ അഭിനന്ദിച്ചു. ഗലീലിയോ ആ ഉപകരണം ടെലസ്കോപ്പ് എന്ന പേരിൽ വെനീഷ്യൻ റിപ്പബ്ലിക്കിന് ഒരു സമ്മാനമായി നൽകി. വെനീസിലെ കച്ചവടക്കാർക്കും പട്ടാളക്കാർക്കും ഇത് വലിയൊരു അനുഗ്രഹമായി. ഇതിന് പ്രതിഫലമായി പാദുവ യൂണിവേഴ്സിറ്റിയിലെ അദ്ദേഹത്തിൻ്റെ പ്രൊഫസർ സ്ഥാനം ആജീവനാന്തമായി സ്ഥിരപ്പെടുത്തി കൊടുക്കുകയും ശമ്പളം ഇരട്ടിയായി വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഗലീലിയോയുടെ പ്രായോഗിക ബുദ്ധി വീണ്ടും വിജയിച്ചു. ഒരു ശാസ്ത്രീയ ഉപകരണം എങ്ങനെ അധികാരവും പണവും നേടാനുള്ള മാർഗമാക്കാമെന്ന് അദ്ദേഹം ഒരിക്കൽ കൂടി തെളിയിച്ചു. പക്ഷേ ഗലീലിയോയുടെ മനസ്സ് വെനീസിലെ കപ്പലുകളിലായിരുന്നില്ല. ആ ഉപകരണം കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നിസ്സാരമായ കാര്യമായാണ് അദ്ദേഹം അതിനെ കണ്ടത്. അന്നുവരെ ഒരു മനുഷ്യനും കണ്ടിട്ടില്ലാത്ത കാഴ്ചകൾ കാണാൻ, പ്രപഞ്ചത്തിൻ്റെ രഹസ്യങ്ങൾ അറിയാൻ ആ ഉപകരണം സഹായിക്കുമെന്ന് അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു. വെനീസിലെ അധികാരികളെ സന്തോഷിപ്പിച്ച ശേഷം അതേ രാത്രിയിൽ ഗലീലിയോ തൻ്റെ ടെലിസ്കോപ്പ് ആദ്യമായി ആകാശത്തേക്ക് തിരിച്ചു. അദ്ദേഹം ആദ്യം നോക്കിയത് ചന്ദ്രനെയാണ്. ആയിരക്കണക്കിന് വർഷങ്ങളായി മനുഷ്യർ ആരാധനയോടെയും കൗതുകത്തോടെയും നോക്കിക്കാണുന്ന അമ്പിളിമാമൻ, കവികൾ പാടി പുകഴ്ത്തിയ ദൈവങ്ങൾ വസിക്കുന്നുവെന്ന് വിശ്വസിച്ചിരുന്ന ആ വെള്ളിത്തളിക. ടെലിസ്കോപ്പിലൂടെ കണ്ട ചന്ദ്രൻ്റെ രൂപം ഗലീലിയോയെ ഞെട്ടിച്ചു. അതൊരു മിനുസമുള്ള ഗോളമായിരുന്നില്ല. ഭൂമിയിലേതുപോലെ തന്നെ വലിയ മലകളും പർവ്വതങ്ങളും ആഴമുള്ള ഗർത്തങ്ങളും താഴ്വരകളും നിറഞ്ഞ ഒരു ലോകമായിരുന്നു അത്. സൂര്യപ്രകാശം തട്ടി ആ മലകളുടെ നിഴലുകൾ താഴ്വരകളിൽ വീണുകിടക്കുന്നത് അദ്ദേഹത്തിന് വ്യക്തമായി കാണാൻ കഴിഞ്ഞു. അരിസ്റ്റോട്ടിലും അന്നത്തെ പള്ളിയും പഠിപ്പിച്ചിരുന്നത് ആകാശത്തിലുള്ളതെല്ലാം ദൈവം സൃഷ്ടിച്ച സമ്പൂർണമായ ഗോളങ്ങളാണെന്നായിരുന്നു. ഭൂമി മാത്രമാണ് അപൂർണവും മാറ്റങ്ങൾക്ക് വിധേയവുമായ സ്ഥലം. എന്നാൽ തൻ്റെ കൺമുന്നിൽ കാണുന്ന ചന്ദ്രൻ ഒട്ടും സമ്പൂർണമല്ല. അത് ഭൂമിയെപ്പോലെ തന്നെയുള്ള മറ്റൊരു ലോകമാണ്. ആ നിമിഷം ഗലീലിയോയുടെ മനസ്സിൽ ഒരു പുതിയ ചിന്ത ഉദിച്ചു. ഈ ഉപകരണം വെറുമൊരു കണ്ണാടിയല്ല, അത് നൂറ്റാണ്ടുകളായി മനുഷ്യൻ വിശ്വസിച്ചിരുന്ന പല സത്യങ്ങളെയും തകർത്തെറിയാൻ പോകുന്ന ഒരായുധം കൂടിയാണ്. വെനീസിലെ ആകാശ കണ്ണാടിയുടെ രഹസ്യം ഇപ്പോൾ ഗലീലിയോയുടെ കയ്യിലാണ്. അത് കച്ചവടക്കാർക്ക് ദൂരെയുള്ള കപ്പലുകളെ കാണിച്ചു കൊടുത്തേക്കാം. പക്ഷേ ഗലീലിയോയ്ക്ക് അത് കാണിച്ചു കൊടുക്കാൻ പോകുന്നത് പുതിയ ലോകങ്ങളും പുതിയ സത്യങ്ങളുമായിരുന്നു. ആ രാത്രിയിൽ പാദുവയിലെ ആകാശത്ത് ഒരു പുതിയ യുഗം പിറക്കുകയായിരുന്നു. ചന്ദ്രൻ മിനുസമുള്ള ഒരു ഗോളമല്ലെന്ന ആദ്യ കാഴ്ചയുടെ ഞെട്ടലിൽ നിന്ന് ഗലീലിയോ പതിയെ പുറത്തു വന്നു. ആ രാത്രിക്ക് ശേഷം തുടർന്നുള്ള ഓരോ രാത്രികളിലും ആകാശം മേഘങ്ങളില്ലാതെ തെളിഞ്ഞുകിടക്കുമ്പോഴെല്ലാം അദ്ദേഹം തൻ്റെ ടെലിസ്കോപ്പുമായി ടെറസിലേക്ക് ഓടിക്കയറി. അദ്ദേഹത്തിൻ്റെ പുതിയ കളിപ്പാട്ടം അദ്ദേഹത്തിന് ഓരോ ദിവസവും പുതിയ അത്ഭുതങ്ങൾ കാണിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹം ചന്ദ്രനെ വീണ്ടും വീണ്ടും നിരീക്ഷിക്കാൻ തുടങ്ങി. ആദ്യത്തെ ദിവസം കണ്ടത് ഒരു തുടക്കം മാത്രമായിരുന്നു. ചന്ദ്രനിലെ പ്രകാശവും നിഴലും വേർതിരിക്കുന്ന ആ നേർത്ത വര, അതിനെ ഇന്ന് നമ്മൾ ടെർമിനേറ്റർ എന്ന് വിളിക്കും. അതിലൂടെ നീങ്ങുമ്പോൾ ചില അത്ഭുതകരമായ കാഴ്ചകൾ അദ്ദേഹം കണ്ടു. ചന്ദ്രൻ്റെ ഇരുണ്ട ഭാഗത്ത് ആ വര എത്തുന്നതിനു മുൻപേ ചില പ്രകാശത്തിൻ്റെ പൊട്ടുകൾ പ്രത്യക്ഷപ്പെടുന്നു. ആദ്യം എന്താണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല. പിന്നീട് അദ്ദേഹം തിരിച്ചറിഞ്ഞു, അവ ചന്ദ്രനിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതങ്ങളുടെ മുകൾ അറ്റമാണ്.
ഭൂമിയിൽ സൂര്യൻ ഉദിക്കുമ്പോൾ ഏറ്റവും ഉയരമുള്ള കൊടുമുടികളിൽ വെളിച്ചം ആദ്യം എത്തുന്നതുപോലെ ചന്ദ്രനിലെ ആ പർവ്വത ശിഖരങ്ങളിലും സൂര്യരശ്മി ആദ്യം പതിക്കുകയാണ്. താഴ്വരകൾ അപ്പോഴും ഇരുട്ടിൽ തന്നെ. ആ പ്രകാശപ്പൊട്ടുകൾ പതിയെ വലുതായി പരസ്പരം യോജിച്ച് ആ പ്രകാശത്തിൻ്റെ അതിർവരമ്പ് മുന്നോട്ട് നീങ്ങുന്നത് അദ്ദേഹം ശ്വാസം അടക്കിപ്പിടിച്ചു നോക്കി നിന്നു. ഇതൊരു കവിത പോലെ മനോഹരമായ കാഴ്ച മാത്രമല്ല, ഒരു ഗണിതശാസ്ത്രജ്ഞന് അളക്കാൻ കഴിയുന്ന ഒരു കാര്യം കൂടിയാണെന്ന് ഗലീലിയോയ്ക്ക് അറിയാമായിരുന്നു. അദ്ദേഹം പർവ്വതങ്ങളുടെ നിഴലുകളുടെ നീളം ശ്രദ്ധാപൂർവം അളക്കാൻ തുടങ്ങി. സൂര്യപ്രകാശം ചന്ദ്രനിൽ ഏതു കോണിലാണ് പതിക്കുന്നതെന്നും ചന്ദ്രൻ്റെ വ്യാസം എത്രയാണെന്നും അദ്ദേഹത്തിന് ഏകദേശ ധാരണയുണ്ടായിരുന്നു. ലളിതമായ ജ്യാമിതി ഉപയോഗിച്ച് ആ നിഴലുകളുടെ നീളത്തിൽ നിന്ന് പർവ്വതങ്ങളുടെ ഉയരം എത്രയാണെന്ന് അദ്ദേഹം കണക്കുകൂട്ടി. അദ്ദേഹത്തിൻ്റെ കണക്കുകൂട്ടലുകൾ അദ്ദേഹത്തെ വീണ്ടും ഞെട്ടിച്ചു. ചന്ദ്രനിലെ ചില പർവ്വതങ്ങൾക്ക് ഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതങ്ങളെക്കാൾ ഉയരമുണ്ട്. ദൈവം സൃഷ്ടിച്ച സമ്പൂർണമായ ആകാശഗോളമെന്ന ആശയം അതോടെ പൂർണ്ണമായും തകർന്നു. അത് ഭൂമിയെപ്പോലെ തന്നെ പരുക്കനും അപൂർണവുമായ മറ്റൊരു ലോകം മാത്രമാണ്. അതുപോലെ ചന്ദ്രനിലെ ഇരുണ്ട പാടുകൾ, അനേക വർഷങ്ങളായി ആളുകൾ ചന്ദ്രനിലെ കളങ്കം എന്നൊക്കെ വിളിച്ചിരുന്ന ആ ഭാഗങ്ങൾ, അവ യഥാർത്ഥത്തിൽ വലിയ പരന്ന സമതലങ്ങളാണെന്ന് അദ്ദേഹം കണ്ടെത്തി. ഒരുപക്ഷേ അവ പുരാതന കാലത്തെ കടലുകൾ വറ്റിപ്പോയ സ്ഥലങ്ങളായിരിക്കാമെന്ന് അദ്ദേഹം ഊഹിച്ചു. അതുകൊണ്ട് അദ്ദേഹം അവയ്ക്ക് മരിയ എന്നു പേരിട്ടു. ലാറ്റിൻ ഭാഷയിൽ കടലുകൾ എന്നാണതിനർത്ഥം. ഇന്നും നമ്മൾ ആ പേരുകൾ ഉപയോഗിക്കുന്നു: മരിയ ട്രാങ്കുലിറ്റാറ്റിസ്, മരിയ ഇംബ്രിയം എന്നിങ്ങനെ. ചന്ദ്രനെക്കുറിച്ചുള്ള പഠനം ഒരു വശത്ത് നടക്കുമ്പോൾ ഗലീലിയോ തൻ്റെ ടെലിസ്കോപ്പ് മറ്റ് ആകാശവസ്തുക്കൾക്ക് നേരെയും തിരിച്ചു. അദ്ദേഹം അതുവരെ മനുഷ്യർക്ക് വ്യക്തമായി കാണാൻ കഴിയാതിരുന്ന ആകാശഗംഗയിലേക്ക് നോക്കി. നഗ്നനേത്രങ്ങൾ കൊണ്ട് നോക്കുമ്പോൾ ആകാശത്ത് ഒരു പാൽപ്പുഴ ഒഴുകിപ്പോകുന്നതുപോലെ തോന്നുന്ന ആ പ്രകാശധാര ടെലിസ്കോപ്പിലൂടെ കണ്ടപ്പോൾ ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന് നക്ഷത്രങ്ങളുടെ ഒരു കൂട്ടമാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. പ്രപഞ്ചം നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ എത്രയോ വലുതാണെന്ന ഒരു തോന്നൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിറഞ്ഞു. ഓരോ നക്ഷത്രവും ഓരോ സൂര്യനായിരിക്കാമെന്നും അവയ്ക്കെല്ലാം സ്വന്തമായി ഗ്രഹങ്ങളുണ്ടാകാമെന്നും ഒരു നിമിഷം അദ്ദേഹം ചിന്തിച്ചു പോയിരിക്കാം. അങ്ങനെയിരിക്കെയാണ് 1610 ജാനുവരി മാസം 7-ാം തീയതി തണുപ്പുള്ള ഒരു രാത്രിയിൽ അദ്ദേഹം തൻ്റെ ടെലിസ്കോപ്പ് സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹമായ വ്യാഴത്തിന് നേരെ തിരിച്ചത്. വ്യാഴം അന്നും ഇന്നും ആകാശത്തിലെ വളരെ പ്രകാശമുള്ള ഒരു വസ്തുവാണ്. ടെലിസ്കോപ്പിലൂടെ നോക്കിയപ്പോൾ അതിനെ ഒരു ചെറിയ വെളുത്ത ഗോളമായി കാണാൻ കഴിഞ്ഞു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയാകർഷിച്ചത് അതല്ല. വ്യാഴത്തിന് ഇരുവശത്തുമായി നേർരേഖയിൽ വളരെ ചെറിയ 3 പ്രകാശപ്പൊട്ടുകൾ നിൽക്കുന്നു. അവ തീരെ പ്രകാശം കുറഞ്ഞ നക്ഷത്രങ്ങളായിരിക്കാമെന്നാണ് അദ്ദേഹം ആദ്യം കരുതിയത്. പക്ഷേ അവയെല്ലാം കൃത്യമായി ഒരേ രേഖയിൽ നിൽക്കുന്നത് അദ്ദേഹത്തിന് കൗതുകമായി തോന്നി. അന്ന് രാത്രി ഉറങ്ങാൻ പോകുന്നതിനു മുൻപ് അദ്ദേഹം തൻ്റെ ഡയറിയിൽ വ്യാഴത്തിൻ്റെയും ആ 3 നക്ഷത്രങ്ങളുടെയും സ്ഥാനം അതേപടി വരച്ചുവെച്ചു. വെറുമൊരു കൗതുകത്തിൻ്റെ പുറത്ത് ചെയ്ത ഒരു കാര്യമായിരുന്നു അത്. അടുത്ത ദിവസം രാത്രി ജനുവരി 8-ാം തീയതി ഗലീലിയോ വീണ്ടും വ്യാഴത്തെ നിരീക്ഷിച്ചു. അദ്ദേഹം കണ്ട കാഴ്ച അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തി. തലേദിവസം കണ്ട ആ 3 നക്ഷത്രങ്ങളും ഇപ്പോൾ വ്യാഴത്തിൻ്റെ മറുഭാഗത്താണ്. ഒരു ദിവസം കൊണ്ട് നക്ഷത്രങ്ങൾ ഇങ്ങനെ സ്ഥാനം മാറുന്നത് അസാധ്യമാണ്. കാരണം നക്ഷത്രങ്ങളെല്ലാം ഭൂമിയിൽ നിന്ന് ഒരുപാട് ദൂരെയായതുകൊണ്ട് അവയുടെ സ്ഥാനം മാറുന്നതായി നമുക്ക് തോന്നാറില്ല. ഒരുപക്ഷേ വ്യാഴം തന്നെ ആയിരിക്കാം ആ നക്ഷത്രങ്ങളെ അപേക്ഷിച്ച് മുന്നോട്ട് നീങ്ങിയത്. അന്ന് ഗ്രഹങ്ങൾ ആകാശത്തിലൂടെ സഞ്ചരിക്കുമെന്നറിയാമായിരുന്നു. അദ്ദേഹം അന്നും അവയുടെ സ്ഥാനം തൻ്റെ ഡയറിയിൽ വരച്ചുവെച്ചു. അടുത്ത ദിവസങ്ങളിൽ ആകാശം മേഘാവൃതമായതുകൊണ്ട് അദ്ദേഹത്തിന് നിരീക്ഷണം തുടരാൻ കഴിഞ്ഞില്ല. ജനുവരി 13-ാം തീയതി വീണ്ടും ആകാശം തെളിഞ്ഞപ്പോൾ അദ്ദേഹം ആകാംക്ഷയോടെ വ്യാഴത്തെ നോക്കി. ഇത്തവണ അദ്ദേഹം കണ്ടത് 4 നക്ഷത്രങ്ങളെയാണ്. 3 എണ്ണം ഒരു വശത്തും 1 എണ്ണം മറുവശത്തും. ഈ കാഴ്ചയോടെ ഗലീലിയോയ്ക്ക് കാര്യം മനസ്സിലായി. ഇവ വെറും നക്ഷത്രങ്ങളല്ല, ഇവ വ്യാഴത്തിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഉപഗ്രഹങ്ങളാണ്. ഭൂമിക്ക് ഒരു ചന്ദ്രനുള്ളതുപോലെ വ്യാഴത്തിന് 4 ചന്ദ്രന്മാരുണ്ട്. ഇതൊരു ചെറിയ കണ്ടുപിടുത്തമായിരുന്നില്ല. അന്നത്തെ പ്രപഞ്ചസങ്കല്പത്തെ തകർക്കുന്ന ഒരു വലിയ ബോംബായിരുന്നു അത്. അന്നുവരെ എല്ലാവരും വിശ്വസിച്ചിരുന്നത്
അരിസ്റ്റോട്ടിലും ടോളമിയും പഠിപ്പിച്ചത് പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും ഭൂമിക്ക് ചുറ്റുമാണ് കറങ്ങുന്നത് എന്നായിരുന്നു. ഭൂമിയായിരുന്നു പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം. എന്നാൽ ഇതാ, ഗലീലിയോയുടെ കൺമുന്നിൽ 4 ആകാശഗോളങ്ങൾ ഭൂമിയെയല്ല വ്യാഴത്തെയാണ് ചുറ്റിക്കറങ്ങുന്നത്. ഇതിനർത്ഥം പ്രപഞ്ചത്തിൽ ഒന്നിലധികം കേന്ദ്രങ്ങളുണ്ടാകാം. ഭൂമി ഒരുപക്ഷേ അത്ര വലിയൊരു സംഭവമൊന്നുമായിരിക്കില്ല. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് പോളണ്ടുകാരനായ നിക്കോളാസ് കോപ്പർനിക്കസ് ഒരു സിദ്ധാന്തം മുന്നോട്ട് വച്ചിരുന്നു. ഭൂമിയല്ല, സൂര്യനാണ് സൗരയൂഥത്തിൻ്റെ കേന്ദ്രമെന്നും ഭൂമി ഉൾപ്പെടെയുള്ള എല്ലാ ഗ്രഹങ്ങളും സൂര്യന് ചുറ്റുമാണ് കറങ്ങുന്നതെന്നുമായിരുന്നു ആ സിദ്ധാന്തം. പക്ഷേ അതിന് വ്യക്തമായ തെളിവുകളൊന്നും നൽകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് അതൊരു ഗണിതശാസ്ത്രപരമായ കൗതുകമെന്നതിനപ്പുറം ആരും അതിനെ കാര്യമായി എടുത്തിരുന്നില്ല. പള്ളിയാണെങ്കിൽ ആ ആശയത്തെ പൂർണ്ണമായി എതിർക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ ഗലീലിയുടെ കയ്യിൽ കോപ്പർനിക്കസിന്റെ സിദ്ധാന്തത്തെ പിന്തുണയ്ക്കുന്ന ആദ്യത്തെ നേരിട്ടുള്ള തെളിവ് കിട്ടിയിരിക്കുന്നു. വ്യാഴവും അതിൻ്റെ ഉപഗ്രഹങ്ങളും ഒരു ചെറിയ സൗരയൂഥം പോലെയാണ് പ്രവർത്തിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വലിയ സൗരയൂഥത്തിൽ ഭൂമിയും മറ്റ് ഗ്രഹങ്ങളും സൂര്യനെ ചുറ്റുന്നതിൽ എന്താണ് അസാധ്യത? ഗലീലിയോ ആവേശഭരിതനായി. അദ്ദേഹം തുടർന്നുള്ള ഓരോ രാത്രികളിലും വ്യാഴത്തെയും അതിൻ്റെ ഉപഗ്രഹങ്ങളെയും നിരീക്ഷിച്ചു. അവയുടെ സ്ഥാനങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തി. അവ വ്യാഴത്തെ ഒരു തവണ ചുറ്റിവരാൻ എത്ര സമയമെടുക്കുന്നുണ്ടെന്ന് വരെ അദ്ദേഹം കണക്കുകൂട്ടി. താൻ കണ്ട ഈ പുതിയ ലോകങ്ങളെക്കുറിച്ച് എത്രയും പെട്ടെന്ന് ലോകത്തെ അറിയിക്കണമെന്ന് അദ്ദേഹം തീരുമാനിച്ചു. തൻ്റെ ഈ കണ്ടെത്തലുകൾക്ക് അദ്ദേഹം ഒരു പേര് നൽകി. അദ്ദേഹത്തിൻ്റെ രക്ഷാധികാരിയും ടസ്കനിയിലെ ഭരണാധികാരിയുമായിരുന്ന കോസിമോ രണ്ടാമൻ ഡി മെഡിസിയെ പ്രീതിപ്പെടുത്താൻ വേണ്ടി അദ്ദേഹം ആ 4 ഉപഗ്രഹങ്ങളെ മെഡീസിയൻ നക്ഷത്രങ്ങൾ എന്നു വിളിച്ചു. ചന്ദ്രനിലെ പരുക്കൻ ലോകവും ആകാശഗംഗയിലെ എണ്ണമറ്റ നക്ഷത്രങ്ങളും പിന്നെ വ്യാഴത്തിനു ചുറ്റും കറങ്ങുന്ന ഈ പുതിയ ലോകങ്ങളും ഗലീലിയോയുടെ ടെലിസ്കോപ്പ് പ്രപഞ്ചത്തിൻ്റെ വാതിലുകൾ തുറക്കുകയായിരുന്നു. ഓരോ വാതിലിനുമപ്പുറം അതുവരെ മനുഷ്യൻ വിശ്വസിച്ചിരുന്ന പലതും തകർന്നു വീഴുന്ന ശബ്ദം അദ്ദേഹം കേട്ടു. പക്ഷേ ആ വാതിലുകൾ തുറന്നപ്പോൾ പുറത്തുവന്ന പുതിയ അറിവുകൾ അദ്ദേഹത്തിന് ശത്രുക്കളെയും ഉണ്ടാക്കിക്കൊടുക്കുമെന്ന് അദ്ദേഹം അപ്പോഴും അറിഞ്ഞിരുന്നില്ല. വ്യാഴത്തിനു ചുറ്റും കറങ്ങുന്ന ആ പുതിയ ലോകങ്ങളെക്കുറിച്ചുള്ള അറിവ് ഗലീലിയോയുടെ ഉറക്കം കെടുത്തി. താൻ കണ്ട കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ലോകത്തെ അറിയിച്ചില്ലെങ്കിൽ മറ്റാരെങ്കിലും ഇതേ കണ്ടുപിടുത്തം നടത്തി പേരെടുക്കുമെന്ന് അദ്ദേഹത്തിന് ഭയമുണ്ടായിരുന്നു. ശാസ്ത്രലോകത്ത് അന്നും ഇന്നും കണ്ടുപിടുത്തങ്ങളുടെ പേരിൽ ഒന്നാമനാകാനുള്ളൊരു മത്സരം നിലവിലുണ്ട്. അതുകൊണ്ട് ഗലീലിയോ ഒരു നിമിഷം പോലും പാഴാക്കിയില്ല. 1610 ജനുവരിയിൽ തുടങ്ങിയ നിരീക്ഷണങ്ങളെല്ലാം വെറും 2 മാസത്തിനുള്ളിൽ, അതായത് മാർച്ചിൽ, അദ്ദേഹം ഒരു ചെറിയ പുസ്തകമാക്കി പ്രസിദ്ധീകരിച്ചു. അന്നത്തെ കാലത്ത് ഇത്രയും വേഗത്തിൽ ഒരു ശാസ്ത്രഗ്രന്ഥം പുറത്തിറങ്ങുന്നത് ചിന്തിക്കാൻ പോലും പറ്റാത്തതായിരുന്നു. ആ പുസ്തകത്തിന് അദ്ദേഹം നൽകിയ പേര് സിഡേറിയസ് നൻഷ്യസ് എന്നായിരുന്നു. ലത്തീൻ ഭാഷയിലുള്ള ആ പേരിൻ്റെ അർത്ഥം നക്ഷത്രങ്ങളിൽ നിന്നുള്ള സന്ദേശവാഹകൻ അല്ലെങ്കിൽ നക്ഷത്ര സന്ദേശം എന്നൊക്കെയാണ്. അതൊരു വലിയ തത്വചിന്താഗ്രന്ഥമൊന്നുമായിരുന്നില്ല. വെറും 24 പേജുകളുള്ള ഒരു ചെറിയ പുസ്തകം. പക്ഷേ അതിൻ്റെ ഉള്ളടക്കം യൂറോപ്പിനെയാകെ ഇളക്കിമറിക്കാൻ പോന്നതായിരുന്നു. അതിൽ അദ്ദേഹം തൻ്റെ ടെലിസ്കോപ്പ് ഉണ്ടാക്കിയതിനെക്കുറിച്ച് ലളിതമായി വിവരിച്ചു. പിന്നീട് താൻ അതുപയോഗിച്ച് കണ്ട കാഴ്ചകൾ ഒന്നൊന്നായി പറഞ്ഞു. പുസ്തകത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിലെ ചിത്രങ്ങളായിരുന്നു. ഗലീലിയോ നല്ലൊരു ചിത്രകാരൻ കൂടിയായിരുന്നല്ലോ. അദ്ദേഹം ചന്ദ്രനെ ഓരോ ദിവസവും നിരീക്ഷിച്ചു വരച്ച ചിത്രങ്ങൾ അതിൽ ചേർത്തു. ചന്ദ്രനിലെ മലകളും ഗർത്തങ്ങളും നിഴലുകളും വളരെ വ്യക്തമായി അതിൽ കാണാമായിരുന്നു. അതുപോലെ ജനുവരി 7 മുതൽ മാർച്ച് 2 വരെയുള്ള ഓരോ രാത്രികളിലും വ്യാഴവും അതിൻ്റെ 4 ഉപഗ്രഹങ്ങളും എവിടെയായിരുന്നു എന്ന് കാണിക്കുന്ന ചെറിയ ചിത്രങ്ങളും അദ്ദേഹം അതിൽ ഉൾപ്പെടുത്തി. ആ ചിത്രങ്ങൾ കണ്ടാൽ ആർക്കും മനസ്സിലാകും ആ 4 നക്ഷത്രങ്ങൾ വ്യാഴത്തെ തന്നെയാണ് ചുറ്റിക്കറങ്ങുന്നതെന്ന്. വാക്കുകളേക്കാൾ ശക്തിയുണ്ടായിരുന്നു ആ വരകൾക്ക്. അദ്ദേഹം ഈ പുസ്തകം എഴുതിയത് സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഇറ്റാലിയൻ ഭാഷയിലായിരുന്നില്ല, മറിച്ച് യൂറോപ്പിലെ എല്ലാ പണ്ഡിതന്മാർക്കും മനസ്സിലാകുന്ന ലത്തീൻ ഭാഷയിലായിരുന്നു. അതൊരു ബുദ്ധിപരമായ നീക്കമായിരുന്നു. കാരണം ഈ സന്ദേശം ഇറ്റലിയിൽ മാത്രം ഒതുങ്ങി നിൽക്കരുത്. യൂറോപ്പിലെ എല്ലാ സർവകലാശാലകളിലും
പണ്ഡിതന്മാർക്കിടയിലും എത്തണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. ഒരുപക്ഷെ അരിസ്റ്റോട്ടിലിൻ്റെ സിദ്ധാന്തങ്ങളെ മാത്രം വിശ്വസിച്ചിരുന്ന ഇറ്റലിയിലെ എതിരാളികളെ മറികടക്കാനുള്ള ഒരു മാർഗം കൂടിയായി അദ്ദേഹം ഇതിനെ കണ്ടിരിക്കാം. 1610 മാർച്ചിൽ വെനീസിൽ വെച്ച് സിഡേറിയസ് നൻഷ്യസ് പ്രസിദ്ധീകരിച്ചപ്പോൾ അതൊരു കൊടുങ്കാറ്റുപോലെയായിരുന്നു. ആ കാലഘട്ടത്തിലെ ഒരു ബെസ്റ്റ് സെല്ലർ എന്നതിനെ വിളിക്കാം. അച്ചടിച്ച 550 കോപ്പികളും ദിവസങ്ങൾക്കുള്ളിൽ വിട്ടുതീർന്നു. യൂറോപ്പിലെങ്ങും ആളുകൾ ആ പുസ്തകത്തെക്കുറിച്ചും ഗലീലിയോ എന്ന പേരിനെക്കുറിച്ചും സംസാരിക്കാൻ തുടങ്ങി. പലർക്കും അതൊരു അത്ഭുതമായിരുന്നു. ആകാശത്ത് ഇന്നുവരെ കാണാത്ത പുതിയ ഗ്രഹങ്ങളോ, ചന്ദ്രൻ ഭൂമിയെപ്പോലെ ഒരു ലോകമോ? അവർ ആവേശഭരിതരായി. പക്ഷേ എല്ലാവരും ആവേശഭരിതരായിരുന്നില്ല. യൂറോപ്പിലെ പല പ്രൊഫസർമാരും പുരോഹിതന്മാരും ഈ വാർത്ത കേട്ട് രോഷാകുലരായി. ഗലീലിയോ കള്ളം പറയുകയാണെന്ന് അവർ വാദിച്ചു. 2000 വർഷമായി അരിസ്റ്റോട്ടിലും ബൈബിളും പഠിപ്പിക്കുന്ന പ്രപഞ്ചചിത്രത്തിന് വിപരീതമാണ് ഗലീലിയോ പറയുന്നത്. ദൈവം സൃഷ്ടിച്ച പ്രപഞ്ചത്തിൽ 7 ഗ്രഹങ്ങളേയുള്ളൂ. അന്നറിയപ്പെട്ടിരുന്ന സൂര്യൻ, ചന്ദ്രൻ, ബുധൻ, ശുക്രൻ, ചൊവ്വ, വ്യാഴം, ശനി. മനുഷ്യന്റെ തലയിൽ 7 ദ്വാരങ്ങളുള്ളതുപോലെ, അതായത് 2 കണ്ണ്, 2 ചെവി, 2 മൂക്ക്, ഒരു വായ പോലെ പ്രപഞ്ചത്തിലും ഒരു താളമുണ്ട്. അപ്പോൾ ഈ പുതിയ 4 ഗ്രഹങ്ങൾ എവിടെ നിന്ന് വന്നു? ഇത് പ്രപഞ്ചത്തിന്റെ ദൈവികമായ ഘടനയെ തകർക്കുന്ന കള്ളമാണെന്നവർ വാദിച്ചു. ഗലീലിയുടെ പുസ്തകം യൂറോപ്പിനെ രണ്ടായി തിരിച്ചു. ഒരു ഭാഗത്ത് പുതിയ അറിവിനെ സ്വാഗതം ചെയ്തവർ, മറുഭാഗത്ത് പഴയ വിശ്വാസങ്ങളെ മുറുകെ പിടിച്ച് അതിനെ എതിർത്തവർ. ആ ചെറിയ പുസ്തകം ഒരു ബൗദ്ധികമായ യുദ്ധത്തിന് തന്നെ തിരികൊളുത്തുകയായിരുന്നു. എതിരാളികൾ ഉന്നയിച്ച ഏറ്റവും വലിയ വാദം ഇതായിരുന്നു: ഗലീലിയോയ്ക്ക് മാത്രം എങ്ങനെയാണ് ഈ കാഴ്ചകൾ കാണാൻ കഴിയുന്നത്? ഞങ്ങൾക്കാർക്കും എന്തുകൊണ്ട് കാണാൻ കഴിയുന്നില്ല എന്നായി ചർച്ച. ആ കാലത്ത് നല്ലൊരു ടെലിസ്കോപ്പ് ഉണ്ടാക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. ഗലീലിയോയുടെ ടെലിസ്കോപ്പ് അന്ന് ലോകത്തിലെ ഏറ്റവും മികച്ചതായിരുന്നു. അദ്ദേഹത്തിന്റെ എതിരാളികളിൽ പലരും സ്വന്തമായി ടെലിസ്കോപ്പുകൾ ഉണ്ടാക്കി ആകാശത്തേക്ക് നോക്കി. പക്ഷേ അവർക്ക് കിട്ടിയ കാഴ്ചകൾക്കൊന്നും ഒരു വ്യക്തതയും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവർ പറഞ്ഞു, ഈ ടെലിസ്കോപ്പ് എന്ന ഉപകരണം തന്നെ ഒരു മാന്ത്രിക വിദ്യയാണ്. അത് ആകാശത്തില്ലാത്ത കാര്യങ്ങളെ ഉണ്ടാക്കി കാണിക്കുകയാണ്. ഭൂമിയിലുള്ള ദൂരെയുള്ള വസ്തുക്കളെ അടുത്ത് കാണിക്കാൻ അതിന് കഴിഞ്ഞേക്കും, പക്ഷേ ആകാശത്തേക്ക് നോക്കുമ്പോൾ അത് നമ്മളെ കബളിപ്പിക്കുകയാണ്. മാത്രമല്ല, ഫ്ലോറൻസിലെ പ്രശസ്തനായ ഒരു തത്വചിന്തകൻ ജൂലിയോ ലിബ്രി ഗലീലിയോയുടെ ടെലിസ്കോപ്പിലൂടെ ഒന്ന് നോക്കാൻ പോലും വിസമ്മതിച്ചു. അദ്ദേഹം പറഞ്ഞു, അരിസ്റ്റോട്ടലിൻ്റെ പുസ്തകങ്ങളിലില്ലാത്ത ഒരു സത്യം ഈ ലോകത്തില്ല. അത് കണ്ടുപിടിക്കാൻ എനിക്കൊരു കണ്ണാടിക്കുഴലിൻ്റെ ആവശ്യമില്ല. അങ്ങനെ താമസിയാതെ ലിബ്രി മരണപ്പെട്ടു. ഇതറിഞ്ഞ ഗലീലിയോ ഒരു ചെറിയ തമാശ പറഞ്ഞു. ഒരുപക്ഷെ സ്വർഗത്തിലേക്ക് പോകുന്ന വഴിക്ക് ലിബ്രിക്ക് ആഗ്രഹങ്ങളെ കാണാൻ കഴിഞ്ഞേക്കും. അങ്ങനെ എതിർപ്പുകൾ ഒരു ഭാഗത്ത് ശക്തമായിരുന്നെങ്കിലും ഗലീലിയോയ്ക്ക് വലിയ പിന്തുണയും കിട്ടി. അക്കാലത്തെ ഏറ്റവും പ്രശസ്തനായ ജ്യോതിശാസ്ത്രജ്ഞനായിരുന്നു ജർമ്മനിയിൽ നിന്നുള്ള യോഹാനസ് കെപ്ലർ. കെപ്ലർ കോപ്പർനിക്കസിന്റെ സിദ്ധാന്തത്തിൽ വിശ്വസിച്ചിരുന്ന ആളായിരുന്നു. ഗലീലിയോ തന്റെ പുസ്തകത്തിന്റെ ഒരു കോപ്പി കെപ്ലർക്ക് അയച്ചു കൊടുത്തു. കെപ്ലർ അത് വായിച്ച ആവേശഭരിതനായി. അദ്ദേഹം ഉടൻ തന്നെ ഗലീലിയോയുടെ കണ്ടെത്തലുകളെ ശരിവെച്ചുകൊണ്ട് ഒരു തുറന്ന കത്തെഴുതി. ഇത് ഗലീലിയോയ്ക്ക് കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരമായിരുന്നു. കെപ്ലറിനെ പോലെ ഒരാൾ പിന്തുണച്ചതോടെ ഗലീലിയോയുടെ വാദങ്ങൾക്ക് ശാസ്ത്രലോകത്ത് വലിയ സ്വീകാര്യത ലഭിച്ചു. സിഡേറിയസ് നൻഷ്യസ് ഗലീലിയോയുടെ ജീവിതം മാറ്റിമറിച്ചു. അതുവരെ പാദുവയിലെ ഒരു പ്രൊഫസർ മാത്രമായിരുന്ന അദ്ദേഹം ഒറ്റ രാത്രി കൊണ്ട് യൂറോപ്പിലെ ഏറ്റവും പ്രശസ്തനായ ശാസ്ത്രജ്ഞനായി മാറി. ഈ പ്രശസ്തി ഉപയോഗിച്ച് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം സാധിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. വെനീഷ്യൻ റിപ്പബ്ലിക്കിലെ ഒരു ജോലിക്കാരനായി ജീവിക്കുന്നതിനേക്കാൾ തൻ്റെ സ്വന്തം നാടായ ടസ്കനിയിലെ ഭരണാധികാരി കോസിമോ രണ്ടാമൻ ഡി മെഡിസിയുടെ കൊട്ടാരത്തിലെ പ്രധാന ഗണിതശാസ്ത്രജ്ഞനും തത്വചിന്തകനുമായി മാറുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അങ്ങനെ ചെയ്താൽ പഠിപ്പിക്കുക എന്ന ജോലിയിൽ നിന്ന് അദ്ദേഹത്തിന് പൂർണ്ണമായി ഒഴിവായി ഗവേഷണത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയും. അദ്ദേഹം തൻ്റെ കണ്ടുപിടുത്തങ്ങളായ വ്യാഴത്തിൻ്റെ ഉപഗ്രഹങ്ങൾക്ക് മെഡിസിയൻ നക്ഷത്രങ്ങൾ എന്ന് പേരിട്ടത് വെറുതെ ആയിരുന്നില്ല. അത് കോസിമോയെ സന്തോഷിപ്പിക്കാനുള്ള ഒരു മാർഗമായിരുന്നു. മെഡിസി കുടുംബത്തിന് ആകാശത്ത് സ്വന്തമായി ഒരു സ്മാരകം കിട്ടിയതുപോലെയായിരുന്നു അത്. ആ തന്ത്രം ഫലിച്ചു. കോസിമോ രണ്ടാമൻ അദ്ദേഹത്തെ ഫ്ലോറൻസിലേക്ക് ക്ഷണിച്ചു. അദ്ദേഹത്തിന് കൊട്ടാരത്തിലെ ഏറ്റവും ഉയർന്ന പദവികളിലൊന്ന് നൽകി വളരെ ഉയർന്ന ശമ്പളവും അനുവദിച്ചു. അങ്ങനെ
ഗലീലിയോ പാദുവയോട് വിട പറഞ്ഞ് ഫ്ലോറൻസിലേക്ക് മെഡിസിയുടെ കൊട്ടാരത്തിലേക്ക് താമസം മാറി. അതൊരു ഭാഗ്യം പോലെ തോന്നാമെങ്കിലും ചില ചരിത്രകാരന്മാർ ഇതിനെ ഗലീലിയോയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റുകളിലൊന്നായാണ് കാണുന്നത്. പാദുവ വെനീഷ്യൻ റിപ്പബ്ലിക്കിന്റെ ഭാഗമായിരുന്നു. അവിടെ റോമിലെ പള്ളിയുടെ അധികാരം അത്ര ശക്തമായിരുന്നില്ല. ചിന്താപരമായ സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. എന്നാൽ ഫ്ലോറൻസ് അങ്ങനെയല്ല. അത് റോമിന്റെ നേരിട്ടുള്ള സ്വാധീന വലയത്തിലായിരുന്നു. പാദുവയിൽ തുടർന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് പിന്നീട് നേരിടേണ്ടി വന്ന ദുരന്തങ്ങൾ ഒഴിവാക്കാൻ കഴിയുമായിരുന്നു എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. പക്ഷെ അന്ന് ഗലീലിയോ ആ വിജയത്തിന്റെ ലഹരിയിലായിരുന്നു. യൂറോപ്പിനെ ഇളക്കിമറിച്ച ആ ചെറിയ പുസ്തകം അദ്ദേഹത്തിന് പ്രശസ്തിയും പണവും അധികാരത്തിലേക്കുള്ള വഴിയും തുറന്നുകൊടുത്തു. പക്ഷേ അതേ പുസ്തകം തന്നെയാണ് അദ്ദേഹത്തിന്റെ ശത്രുക്കളെ കൂടുതൽ ശക്തരാക്കിയതും അദ്ദേഹത്തിന്റെ പതനത്തിലേക്ക് നയിച്ച വഴിയുടെ തുടക്കം കുറിച്ചതും. ഫ്ലോറൻസിലെ മെഡിസി കൊട്ടാരത്തിലെത്തിയതോടെ ഗലീലിയോയുടെ ജീവിതം കൂടുതൽ സുരക്ഷിതമായി. പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. സാമ്പത്തികമായി നല്ല ഭദ്രതയുണ്ട്. ഗവേഷണം നടത്താൻ ഇഷ്ടം പോലെ സമയവും. പക്ഷേ യൂറോപ്പിൽ എങ്ങും തൻ്റെ പേര് ചർച്ചയാവുമ്പോഴും ഒരു കൂട്ടം ആളുകളെ തനിക്ക് ഇനിയും വിശ്വാസത്തിലെടുക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് ഗലീലിയോയ്ക്ക് അറിയാമായിരുന്നു. അത് റോമിലെ പള്ളിയുടെ കീഴിലുള്ള പണ്ഡിതന്മാരായിരുന്നു. പ്രത്യേകിച്ച് അവിടുത്തെ ജെസൂട്ട് പുരോഹിതന്മാർ. അന്നത്തെ യൂറോപ്പിലെ ഏറ്റവും മികച്ച ഗണിതശാസ്ത്രജ്ഞരും ജ്യോതിശാസ്ത്രജ്ഞരും അവരായിരുന്നു. അവരുടെ അംഗീകാരം കിട്ടാതെ തൻ്റെ കണ്ടുപിടുത്തങ്ങൾക്ക് പൂർണ്ണമായ സ്വീകാര്യത ലഭിക്കില്ലെന്ന് ഗലീലിയോ തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് 1611 തൻ്റെ സിഡേറിയസ് നൺഷ്യസ് പ്രസിദ്ധീകരിച്ച് ഒരു വർഷത്തിന് ശേഷം ഗലീലിയോ റോമിലേക്ക് പോകാൻ തീരുമാനിച്ചു. ഇതൊരു സാധാരണ യാത്രയായിരുന്നില്ല. തൻ്റെ കണ്ടുപിടുത്തങ്ങൾ റോമിലെ അധികാര കേന്ദ്രത്തെ നേരിട്ട് ബോധ്യപ്പെടുത്താനുള്ള ഒരു യാത്രയായിരുന്നു അത്. അദ്ദേഹം തൻ്റെ ഏറ്റവും മികച്ച ടെലിസ്കോപ്പും കൂടെയെടുത്തു. ഫ്ലോറൻസിൽ നിന്ന് റോമിലേക്കുള്ള യാത്രയിലുടനീളം അദ്ദേഹത്തിന് രാജകീയമായ വരവേൽപ്പാണ് ലഭിച്ചത്. ഓരോ നഗരത്തിലും പ്രഭുക്കന്മാരും പണ്ഡിതന്മാരും അദ്ദേഹത്തെ കാണാനും ആ അത്ഭുത കുഴലിലൂടെ ഒന്നു നോക്കാനും തിക്കിത്തിരക്കി. ഒടുവിൽ അദ്ദേഹം റോമിലെത്തി. റോം അന്ന് ലോകത്തിൻ്റെ ബൗദ്ധിക തലസ്ഥാനങ്ങളിലൊന്നാണ്. ഗലീലിയോ അവിടെ ഒരു സൂപ്പർ സ്റ്റാറിനെ പോലെയാണ് സ്വീകരിക്കപ്പെട്ടത്. കർദിനാളുമാരും പ്രഭുക്കന്മാരും അദ്ദേഹത്തിനു വേണ്ടി വിരുന്നുകളൊരുക്കി. എല്ലാവർക്കും അറിയേണ്ടിയിരുന്നത് ആകാശത്തിലെ പുതിയ അത്ഭുതങ്ങളെക്കുറിച്ചായിരുന്നു. ഗലീലിയോ അവർക്കെല്ലാം തൻ്റെ ടെലിസ്കോപ്പിലൂടെ ചന്ദ്രനിലെ മലകളും വ്യാഴത്തിൻ്റെ ഉപഗ്രഹങ്ങളെയും കാണിച്ചു കൊടുത്തു. കണ്ടവരെല്ലാം അത്ഭുതപ്പെട്ടു. പക്ഷേ ഗലീലിയോയുടെ യഥാർത്ഥ ലക്ഷ്യം ഇതൊന്നുമായിരുന്നില്ല. അദ്ദേഹത്തിന് കാണേണ്ടിയിരുന്നത് കൊളേജിയോ റൊമാനോയിലെ ജെസൂട്ട് ജ്യോതിശാസ്ത്രജ്ഞരെയായിരുന്നു. ഫാദർ ക്രിസ്റ്റഫർ ക്ലാവിയസ് ആയിരുന്നു അവരുടെ തലവൻ. യൂറോപ്പിലെ ഏറ്റവും ആദരണീയനായ ഗണിതശാസ്ത്രജ്ഞനായിരുന്നു അദ്ദേഹം. ഗ്രിഗോറിയൻ കലണ്ടർ ഉണ്ടാക്കിയതിന് പിന്നിൽ പ്രവർത്തിച്ച ആളാണ് അദ്ദേഹം. ക്ലാവിയസും മറ്റു ജെസ്യൂട്ട് ശാസ്ത്രജ്ഞരും ആദ്യം ഗലീലിയോയുടെ വാദങ്ങളെ സംശയത്തോടെയാണ് കണ്ടത്. പക്ഷേ അവർ വെറും വിശ്വാസത്തിന്റെ പുറത്ത് ഒന്നും തള്ളിക്കളയുന്നവരായിരുന്നില്ല. അവർ ഗലീലിയോയെ കൊളീജിയോ റൊമാനോയിലേക്ക് ക്ഷണിച്ചു. അവിടെ റോമിലെ ഏറ്റവും മികച്ച ശാസ്ത്രജ്ഞരുടെ മുന്നിൽ വെച്ച് ഗലീലിയോ തൻ്റെ ടെലിസ്കോപ്പ് സ്ഥാപിച്ചു. അവർ ഓരോരുത്തരായി അതിലൂടെ ആകാശത്തേക്ക് നോക്കി. ദിവസങ്ങളോളം അവർ ഗലീലിയോയുടെ കണ്ടെത്തലുകൾ ശരിയാണോ എന്ന് അവരുടെ സ്വന്തം നിരീക്ഷണങ്ങളിലൂടെ പരിശോധിച്ചു. ഒടുവിൽ 1 മാസത്തെ പഠനത്തിന് ശേഷം ഫാദർ ക്ലാവിയസ് പരസ്യമായി ഒരു പ്രഖ്യാപനം നടത്തി. ഗലീലിയോ ഗലീലി പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണ്. ചന്ദ്രൻ ഭൂമിയെപ്പോലെ മലകൾ നിറഞ്ഞതാണ്. ആകാശഗംഗ നക്ഷത്രങ്ങളുടെ കൂട്ടമാണ്. വ്യാഴത്തിന് 4 ഉപഗ്രഹങ്ങളുണ്ട്. ഇതെല്ലാം സത്യമാണ്. ഇത് ഗലീലിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയങ്ങളിൽ ഒന്നായിരുന്നു. റോമിലെ ഏറ്റവും വലിയ ശാസ്ത്ര സമൂഹം തൻ്റെ കണ്ടെത്തലുകളെ അംഗീകരിച്ചിരിക്കുന്നു. ഇനി ആർക്കും തന്നെ ഒരു കള്ളനെന്ന് വിളിക്കാൻ കഴിയില്ല. ഈ വിജയത്തിൻ്റെ ഭാഗമായി റോമിലെ ഏറ്റവും പഴയതും പ്രശസ്തവുമായ ശാസ്ത്ര അക്കാഡമികളിലൊന്നായ അക്കാദീമിയ ഡെയ് ലിൻസെ അദ്ദേഹത്തിന് അംഗത്വം നൽകി ആദരിച്ചു. ഈ റോമൻ യാത്രയ്ക്കിടയിലാണ് ഗലീലിയോ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൗഹൃദം സ്ഥാപിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേരാണ് കർദ്ബൽ മഫിയോ ബാർബരിനി. ബാർബരിനി അക്കാലത്ത് റോമിലെ ഏറ്റവും വലിയ ബുദ്ധിജീവികളിൽ ഒരാളായിരുന്നു. കലയിലും കവിതയിലും ശാസ്ത്രത്തിലുമെല്ലാം അഗാധമായ താല്പര്യമുള്ള ഒരാൾ.
അദ്ദേഹം ഗലീലിയോയുടെ വലിയൊരു ആരാധകനായി മാറി. ഗലീലിയോയുടെ കണ്ടുപിടുത്തങ്ങളെക്കുറിച്ച് അദ്ദേഹം കവിതകൾ പോലും എഴുതി. അവർ മണിക്കൂറുകളോളം സംസാരിച്ചിരിക്കും, പ്രപഞ്ചത്തെക്കുറിച്ചും കലയെക്കുറിച്ചും സാഹിത്യത്തെക്കുറിച്ചുമെല്ലാം. ബാർബരിനി ഒരു പുരോഹിതനാണെങ്കിലും തുറന്ന മനസ്സുള്ള ഒരാളായിരുന്നു. ഗലീലിയോയുടെ പുതിയ ആശയങ്ങളെ അദ്ദേഹം ഭയത്തോടെയല്ല, കൗതുകത്തോടെയാണ് കണ്ടത്. തനിക്ക് റോമിൽ ഇത്രയും ശക്തനായൊരു സുഹൃത്തിനെ കിട്ടിയത് ഗലീലിയോയ്ക്ക് വലിയ ആത്മവിശ്വാസം നൽകി. ഭാവിയിൽ പോപ്പാകാൻ വരെ സാധ്യത കൽപ്പിക്കുന്ന ഒരാളാണ് തൻ്റെ കൂടെയുള്ളതെന്ന ചിന്ത അദ്ദേഹത്തെ കൂടുതൽ ധൈര്യശാലിയാക്കി. റോമിലെ ഈ വലിയ വിജയത്തിൻ്റെ ലഹരിയിൽ ഗലീലിയോ ഒരുപക്ഷെ കുറച്ചധികം ആത്മവിശ്വാസത്തിലായിപ്പോയി. തൻ്റെ കണ്ടുപിടുത്തങ്ങളെ ശാസ്ത്രീയമായി അംഗീകരിക്കപ്പെട്ട സ്ഥിതിക്ക് ഇനി അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാമെന്ന് അദ്ദേഹം കരുതി. അതായത്, ഈ കണ്ടുപിടുത്തങ്ങൾ കോപ്പർനിക്കസിൻ്റെ സൂര്യകേന്ദ്ര സിദ്ധാന്തത്തെയാണ് പിന്തുണയ്ക്കുന്നതെന്ന് പരസ്യമായി വാദിക്കാൻ തുടങ്ങി. അതുവരെ അദ്ദേഹം വളരെ സൂക്ഷിച്ചാണ് ഈ കാര്യം പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ റോമിലെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞരും കർദിനാൾ ബാർബെറിനെ പോലുള്ള സുഹൃത്തുക്കളും കൂടെയുണ്ടെന്ന ധൈര്യത്തിൽ അദ്ദേഹം കൂടുതൽ ധൈര്യശാലിയായി. ഇവിടെയാണ് കാര്യങ്ങൾ വഷളാകാൻ തുടങ്ങിയത്. ഗലീലിയോയുടെ കണ്ടുപിടുത്തങ്ങളെ അംഗീകരിക്കുന്നതും ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്നുവെന്ന് പറയുന്നതും രണ്ടും രണ്ടായിരുന്നു. വ്യാഴത്തിന് ഉപഗ്രഹങ്ങൾ ഉണ്ട് എന്ന് പറയുന്നത് ടെലസ്കോപ്പിലൂടെ നോക്കിയാൽ ആർക്കും കാണാവുന്ന ഒരു വസ്തുതയാണ്. പക്ഷേ ഭൂമി ചലിക്കുന്നു എന്ന് പറയുന്നത് ആയിരക്കണക്കിന് വർഷങ്ങളായി പള്ളി പഠിപ്പിക്കുന്നതിനും ബൈബിളിലെ ചില ഭാഗങ്ങൾക്കും എതിരായിരുന്നു. ഉദാഹരണത്തിന്, ബൈബിളിലെ പഴയ നിയമത്തിൽ ജോഷുവ ശത്രുക്കളോട് യുദ്ധം ചെയ്യുമ്പോൾ സമയം നീട്ടിക്കിട്ടാൻ വേണ്ടി സൂര്യനോട് നിശ്ചലനാകാൻ പറയുന്നുണ്ട്. സൂര്യ, നീ ഗിബയോന്റെ മുകളിൽ നിശ്ചലനാവുക. സൂര്യനാണ് ചലിക്കുന്നതെങ്കിൽ മാത്രമേ അതിനോട് നിശ്ചലനാകാൻ പറയാൻ കഴിയൂ. അപ്പോൾ ഭൂമിയോടല്ലല്ലോ ജോഷുവ നിശ്ചലനാകാൻ പറഞ്ഞത്. ഇതുപോലുള്ള വാദങ്ങൾ പതുക്കെ ഉയർന്നു വരാൻ തുടങ്ങി. ഗലീലിയോയുടെ ശത്രുക്കൾക്ക് ഇതൊരു പുതിയ ആയുധം കിട്ടിയതുപോലെയായി. അവർ അദ്ദേഹത്തിൻ്റെ ശാസ്ത്രത്തെ ചോദ്യം ചെയ്യുന്നത് നിർത്തി, പകരം അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. ഗലീലിയോ ഒരു നല്ല കത്തോലിക്കനായിരുന്നു. പക്ഷേ ശാസ്ത്രവും മതവും രണ്ട് രീതിയിലാണ് സത്യത്തെ സമീപിക്കുന്നതെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ബൈബിൾ എങ്ങനെ സ്വർഗത്തിലേക്ക് പോകാമെന്ന് പഠിപ്പിക്കുന്ന ഗ്രന്ഥമാണ്, അല്ലാതെ ആകാശം എങ്ങനെയാണ് ചലിക്കുന്നതെന്ന് പഠിപ്പിക്കുന്ന ശാസ്ത്രഗ്രന്ഥമല്ല എന്ന് അദ്ദേഹം വാദിച്ചു. പക്ഷേ യാഥാസ്ഥികരായ പുരോഹിതർക്ക് ഈ വാദം അംഗീകരിക്കാൻ കഴിയുമായിരുന്നില്ല. ഫ്ലോറൻസിൽ ഗലീലിയോയുടെ എതിരാളികൾ ഒരു രഹസ്യ കൂട്ടായ്മ രൂപീകരിച്ചു. ലേയാഗാഡൽ പിപ്പിയോണെ അഥവാ പ്രാവുകളുടെ കൂട്ടം എന്നായിരുന്നു അതിൻ്റെ പേര്. ലുഡോവിക്കോ ഡെല്ലെ കൊളോംബെ എന്നൊരു പ്രൊഫസറായിരുന്നു അതിൻ്റെ തലവൻ. ഇറ്റാലിയൻ ഭാഷയിൽ കൊളോംബെ എന്ന വാക്കിന് പ്രാവെന്നാണ് അർത്ഥം. അതുകൊണ്ടാണ് ആ പേര് വന്നത്. അവർ ഗലീലിയോയെ പരസ്യമായി പരിഹസിക്കാനും അദ്ദേഹത്തിൻ്റെ വാദങ്ങളെ ഖണ്ഡിക്കാനും തുടങ്ങി. അവർ അരിസ്റ്റോട്ടലിൻ്റെ പുസ്തകങ്ങളിൽ നിന്നുള്ള ഉദ്ധരണികൾ ഉപയോഗിച്ച് ഗലീലിയോയെ നേരിട്ടു. ഇതിനിടയിലാണ് ഗലീലിയോ മറ്റൊരു വലിയ കണ്ടുപിടുത്തം നടത്തുന്നത്. അദ്ദേഹം തൻ്റെ ടെലസ്കോപ്പ് സൂര്യന് നേരെ തിരിച്ചു. നേരിട്ട് നോക്കുന്നത് കണ്ണിന് അപകടമായതുകൊണ്ട് ഒരു വെളുത്ത പ്രതലത്തിലേക്ക് സൂര്യൻ്റെ പ്രതിബിംബം വീഴ്ത്തിയാണ് അദ്ദേഹം നിരീക്ഷിച്ചത്. അദ്ദേഹം കണ്ട കാഴ്ച വീണ്ടും ഞെട്ടിക്കുന്നതായിരുന്നു. സൂര്യൻ്റെ ഉപരിതലത്തിൽ കറുത്ത പാടുകൾ. ഈ പാടുകൾ പതുക്കെ സൂര്യൻ്റെ ഉപരിതലത്തിലൂടെ നീങ്ങുന്നുണ്ടായിരുന്നു. ഇതിനർത്ഥം സൂര്യനും ഒരു സമ്പൂർണമായ ഗോളമല്ല, അതിനും കളങ്കങ്ങളുണ്ട് എന്ന്. മാത്രമല്ല, ഈ സൗരകളങ്കങ്ങൾ നീങ്ങുന്നതിൽ നിന്ന് സൂര്യൻ അതിൻ്റെ അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നുണ്ടെന്നും അദ്ദേഹം മനസ്സിലാക്കി. ഈ കണ്ടുപിടുത്തം അരിസ്റ്റോട്ടലിൻ്റെ പ്രപഞ്ചസങ്കല്പത്തിന് കിട്ടിയ മറ്റൊരടിയായിരുന്നു. പക്ഷേ ഇത് ഗലീലിയോയ്ക്ക് പുതിയൊരു ശത്രുവിനെ കൂടി സമ്മാനിച്ചു. ക്രിസ്റ്റോഫ് ഷൈനർ എന്നൊരു ജെസ്യൂട്ട് പുരോഹിതൻ. ഷൈനറും ഒരു ജ്യോതിശാസ്ത്രജ്ഞനായിരുന്നു. അദ്ദേഹവും ഇതേ സമയം സൗരകളങ്കങ്ങളെ നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. പക്ഷേ സൂര്യൻ ഒരു സമ്പൂർണ്ണ ഗോളമായിരിക്കണമെന്ന വിശ്വാസം കാരണം ആ കറുത്ത പാടുകൾ സൂര്യൻ്റെ ഉപരിതലത്തിലുള്ള കളങ്കങ്ങളല്ല, മറിച്ച് സൂര്യനും ഭൂമിക്കും ഇടയിൽ കൂടി കടന്നുപോകുന്ന ചെറിയ ഗ്രഹങ്ങളാണെന്ന് അദ്ദേഹം വാദിച്ചു. ഗലീലിയോ ഇതിനെ കളിയാക്കി. അവ സൂര്യൻ്റെ ഉപരിതലത്തിൽ തന്നെയുള്ളതാണെന്ന് അദ്ദേഹം തെളിവുകൾ നിരത്തി വാദിച്ചു. ആരാണിത് ആദ്യം കണ്ടുപിടിച്ചത് എന്നതിനെക്കുറിച്ചും അവർ തമ്മിൽ വലിയൊരു തർക്കമുണ്ടായി. ഈ തർക്കം ഗലീലിയോയും ജെസ്യൂട്ടുകളും തമ്മിലുള്ള ബന്ധത്തിൽ ആദ്യമായി വിള്ളലുകൾ വീഴ്ത്തി. ഷൈനർ പിന്നീട് ഗലീലിയോയുടെ ഏറ്റവും വലിയ ശത്രുക്കളിൽ ഒരാളായി മാറി.
അങ്ങനെ ഗലീലിയോ റോമിൽ നേടിയ വിജയം പതുക്കെ ഇല്ലാതാകാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ കർദിനാൾ ബാർബറീനി പോലുള്ളവർ അപ്പോഴും അദ്ദേഹത്തെ പിന്തുണച്ചു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ധൈര്യം നിറഞ്ഞ വാദങ്ങളും ശത്രുക്കളെ പരസ്യമായി പരിഹസിക്കുന്ന സ്വഭാവവും റോമിലെ അധികാര കേന്ദ്രങ്ങളിൽ അദ്ദേഹത്തിനെതിരായുള്ള ഒരു വലിയ മുന്നണി രൂപപ്പെടുന്നതിന് കാരണമായി. ചെങ്ങാതിമാരെ ഉണ്ടാക്കാൻ പോയ റോമൻ യാത്ര താൻ അറിയാതെ തന്നെ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രുക്കൾക്കും ജന്മം നൽകുകയായിരുന്നു. കാര്യങ്ങൾ ഒരു ശാസ്ത്രീയ സംവാദത്തിൻ്റെ തലം വിട്ട് മതപരവും വ്യക്തിപരവുമായ ഒന്നായി മാറുകയായിരുന്നു. റോമിൽ നിന്ന് വലിയൊരു വിജയവുമായി ഫ്ലോറൻസിൽ തിരിച്ചെത്തിയ ഗലീലിയോ കാര്യങ്ങൾ തനിക്ക് അനുകൂലമാണെന്ന് വിശ്വസിച്ചു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ശത്രുക്കൾ വെറുതെയിരിക്കുകയായിരുന്നില്ല. ഗലീലിയോ കോപ്പർനിക്കസിന്റെ സിദ്ധാന്തത്തെ പിന്തുണയ്ക്കുന്നു എന്ന വാർത്ത റോമിലെ യാഥാസ്ഥിതിക വൃത്തങ്ങളിൽ വലിയ അസ്വസ്ഥതയുണ്ടാക്കി. ശാസ്ത്രീയമായ സംവാദങ്ങൾക്കപ്പുറം ഇതൊരു മതനിന്ദയാണെന്ന് അവർ പ്രചരിപ്പിക്കാൻ തുടങ്ങി. ഈ സമ്മർദ്ദം ഒടുവിൽ ഫലം കണ്ടു. 1616 റോമിലെ മതകോടതി കോപ്പർനിക്കസിന്റെ സിദ്ധാന്തം ഔദ്യോഗികമായി വിലയിരുത്താൻ തീരുമാനിച്ചു. പക്ഷേ അവരുടെ തീരുമാനം ഗലീലിയോയ്ക്ക് വലിയൊരു തിരിച്ചടിയായിരുന്നു. കോപ്പർനിക്കസിന്റെ സൂര്യകേന്ദ്രീകൃത സിദ്ധാന്തം വിഡ്ഢിത്തവും അസംബന്ധവും തത്വശാസ്ത്രപരമായി തെറ്റായതും വിശുദ്ധഗ്രന്ഥത്തിന് വിരുദ്ധമായതിനാൽ വിശ്വാസപരമായി പാഷണ്ഡതയുമാണെന്ന് അവർ പ്രഖ്യാപിച്ചു. കോപ്പർനിക്കസിന്റെ പുസ്തകം ഓൺ ദ റെവല്യൂഷൻസ് ഓഫ് ദ ഹെവൻലി സ്ഫിയേഴ്സ് അത് തിരുത്തുന്നതുവരെ നിരോധിച്ചു. ഇതോടെ കാര്യങ്ങൾ കൂടുതൽ ഗൗരവമായി. ഇതിന്റെ ഭാഗമായി അക്കാലത്തെ ഏറ്റവും ശക്തനായ കർദിനാളിനായിരുന്ന റോബർട്ട് ബെല്ലാർമിൻ ഗലീലിയോയെ തന്റെ വസതിയിലേക്ക് വിളിപ്പിച്ചു. ബെല്ലാർമിൻ ഒരു സാധാരണ പുരോഹിതനായിരുന്നില്ല, വളരെ വലിയ പണ്ഡിതനും അതേസമയം കർക്കശക്കാരനുമായിരുന്നു. അദ്ദേഹം ഗലീലിയോയോട് വളരെ സൗമ്യമായി എന്നാൽ വ്യക്തമായി ഒരു കാര്യം പറഞ്ഞു. ഇനി മുതൽ കോപ്പർനിക്കസിന്റെ സിദ്ധാന്തം ഒരു സത്യമായി കരുതാനോ അതിനെ പ്രതിരോധിക്കാനോ പാടില്ല. ഇത് നേരിട്ടുള്ള ഒരു ഉത്തരവായിരുന്നു. ഒരു ശാസ്ത്രീയ സിദ്ധാന്തം എന്ന നിലയിൽ അതിനെക്കുറിച്ച് സംസാരിക്കുന്നതിൽ തെറ്റില്ല, പക്ഷേ അതൊരു ഭൗതികമായ സത്യമാണെന്ന് വാദിക്കരുത്. ഗലീലിയോ നിസ്സഹായനായി ആ ഉത്തരവ് അംഗീകരിച്ചു. തൽക്കാലം നിശബ്ദനാവുകയല്ലാതെ അദ്ദേഹത്തിന് മറ്റു മാർഗങ്ങളില്ലായിരുന്നു. തുടർന്നുള്ള 7 വർഷത്തോളം ഗലീലിയോ കോപ്പർനിക്കസിനെക്കുറിച്ച് കാര്യമായി ഒന്നും എഴുതുകയോ സംസാരിക്കുകയോ ചെയ്തില്ല. അദ്ദേഹം മറ്റു വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. വാൽനക്ഷത്രങ്ങളെക്കുറിച്ചും മറ്റും പഠനങ്ങൾ നടത്തി. പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആ വലിയ വിഷയം ഒരു കനലായി നീറുന്നുണ്ടായിരുന്നു. താൻ കണ്ട തെളിവുകളെല്ലാം സൂര്യകേന്ദ്ര സിദ്ധാന്തത്തെയാണ് ശരിവെക്കുന്നതെന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ടായിരുന്നു. പക്ഷേ പള്ളിയുടെ ഉത്തരവ് ലംഘിക്കാൻ അദ്ദേഹത്തിന് ധൈര്യമുണ്ടായിരുന്നില്ല. അങ്ങനെയിരിക്കെയാണ് 1623 യൂറോപ്പിനെ ആകെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരു വാർത്ത വരുന്നത്. ഗലീലിയോയുടെ പഴയ സുഹൃത്തും ആരാധകനുമായ കർദിനാൾ മഫിയോ ബാർബറിനെ പുതിയ പോപ്പായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. അദ്ദേഹം ഉർബൻ 8 എന്ന പേര് സ്വീകരിച്ചു. ഈ വാർത്ത കേട്ടപ്പോൾ ഗലീലിയോയുടെ മനസ്സിൽ പുതിയ പ്രതീക്ഷകൾ നാമ്പിട്ടു. എൻ്റെ സുഹൃത്താണിപ്പോൾ വിശുദ്ധ സിംഹാസനത്തിലിരിക്കുന്നത്. കലയെയും ശാസ്ത്രത്തെയും സ്നേഹിക്കുന്ന തുറന്ന മനസ്സുള്ള ഒരാൾ. തീർച്ചയായും അദ്ദേഹത്തിന് എൻ്റെ ഭാഗം മനസ്സിലാകും. അദ്ദേഹം ഉടൻ തന്നെ പുതിയ പോപ്പിനെ അഭിനന്ദിക്കാൻ റോമിലേക്ക് യാത്രയായി. ഉർബൻ 8 അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടെ സ്വീകരിച്ചു. പഴയ സൗഹൃദത്തിന് ഒരു കോട്ടവും തട്ടിയിട്ടില്ലായിരുന്നു. അവർ ആഴ്ചകളോളം നീണ്ട 6 കൂടിക്കാഴ്ചകൾ നടത്തി. അവർ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു, തോട്ടത്തിലൂടെ നടന്നു, പഴയതുപോലെ കവിതയെയും ശാസ്ത്രത്തെയും കുറിച്ച് സംസാരിച്ചു. ഈ അവസരം മുതലെടുത്ത് ഗലീലിയോ തൻ്റെ മനസ്സിലെ വലിയ ആഗ്രഹം പോപ്പിനോട് പറഞ്ഞു. ടോളമിയുടെ ഭൂകേന്ദ്രീകൃത സിദ്ധാന്തവും കോപ്പർനിക്കസിന്റെ സൂര്യകേന്ദ്രീകൃത സിദ്ധാന്തവും തമ്മിലുള്ള ഒരു താരതമ്യ പഠനം നടത്താൻ തനിക്ക് ആഗ്രഹമുണ്ട്. അതൊരു പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിക്കണം. 2 ഭാഗത്തെയും വാദങ്ങൾ അതിൽ തുല്യമായി അവതരിപ്പിക്കാം. 1616 വിലക്കിനെക്കുറിച്ചോർത്ത പോപ്പ് ആദ്യമൊന്നും മടിച്ചു. പക്ഷേ ഗലീലിയോയുടെ കഴിവിലും സൗഹൃദത്തിലും അദ്ദേഹത്തിന് വിശ്വാസമുണ്ടായിരുന്നു. അതുകൊണ്ട് പോപ്പ് ഒരു ഉപാധിയോടെ അനുവാദം നൽകി. ആ പുസ്തകം ഒരു ഗണിതശാസ്ത്രപരമായ ചർച്ച മാത്രമായിരിക്കണം. 2 സിദ്ധാന്തങ്ങളിലേതെങ്കിലും ഒന്നിനെ സത്യമായി അവതരിപ്പിക്കരുത്.
രണ്ട് ഭാഗത്തെയും വാദങ്ങൾ നിഷ്പക്ഷമായി അവതരിപ്പിക്കണം. ഏറ്റവും പ്രധാനമായി പുസ്തകത്തിന്റെ അവസാനം ഇങ്ങനെ ഉപസംഹരിക്കണം: പ്രപഞ്ചം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് പൂർണ്ണമായി മനസ്സിലാക്കാൻ മനുഷ്യന്റെ പരിമിതമായ ബുദ്ധിക്ക് കഴിയില്ല, കാരണം ദൈവത്തിന്റെ ശക്തി അനന്തമാണ്. ദൈവം വിചാരിച്ചാൽ ഇപ്പോൾ നമ്മൾ കാണുന്ന അതേ ഗ്രഹചലനങ്ങൾ ഭൂമി നിശ്ചലമായിരിക്കുമ്പോൾ തന്നെ മറ്റൊരു രീതിയിലും ഉണ്ടാക്കാൻ കഴിയും. അതിനാൽ ഒരു സിദ്ധാന്തവും അവസാനത്തെ സത്യമാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഗലീലിയോയ്ക്ക് ഇതിൽ പരം സന്തോഷം നൽകുന്നതൊന്നും ഉണ്ടായിരുന്നില്ല. പുസ്തകം എഴുതാനുള്ള ഔദ്യോഗിക അനുമതി, അതും പോപ്പിന്റെ കയ്യിൽ നിന്ന് തന്നെ കിട്ടിയിരിക്കുന്നു. അദ്ദേഹം ആ നിബന്ധനകളെല്ലാം സന്തോഷത്തോടെ സ്വീകരിച്ചു. 1616 വിലക്ക് ഇതോടെ അപ്രസക്തമായെന്ന് അദ്ദേഹം വിശ്വസിച്ചു. വലിയൊരു ഭാരം ഇറക്കി വെച്ചതുപോലെ അദ്ദേഹം ഫ്ലോറൻസിലേക്ക് മടങ്ങി തന്റെ ജീവിതത്തിലെ ഏറ്റവും മഹത്തായ ഗ്രന്ഥത്തിന്റെ പണിപ്പുരയിലേക്ക് കടന്നു. അടുത്ത 6 വർഷത്തോളം ഗലീലിയോ ആ പുസ്തകത്തിന്റെ പണിയിലായിരുന്നു. അതൊരു സാധാരണ ശാസ്ത്രഗ്രന്ഥം പോലെ എഴുതാൻ അദ്ദേഹം ആഗ്രഹിച്ചില്ല. സാധാരണക്കാർക്ക് പോലും വായിച്ചു മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നായിരിക്കണമത്. അതുകൊണ്ട് അദ്ദേഹം അതൊരു സംഭാഷണ രൂപത്തിലാണ് എഴുതിയത്. 3 കഥാപാത്രങ്ങൾ തമ്മിൽ 4 ദിവസം നീണ്ടുനിൽക്കുന്ന ഒരു ചർച്ച. ആദ്യത്തെ കഥാപാത്രത്തിന്റെ പേരാണ് സാൽവിയാട്ടി എന്നായിരുന്നു. അയാൾ ഗലീലിയോയുടെ സുഹൃത്തായിരുന്ന ഒരാളുടെ പേരാണ്. സാൽവിയാട്ടി ഒരു ബുദ്ധിമാനായ ശാസ്ത്രജ്ഞനാണ്. അയാൾ കോപ്പർനിക്കസിന്റെ വാദങ്ങളെ സമർത്ഥമായി അവതരിപ്പിക്കുന്നു. രണ്ടാമത്തെ കഥാപാത്രമാണ് സഗ്രേഡോ. വെനീസുകാരനായ ഒരു പ്രഭുവാണയാൾ. അയാൾ നിഷ്പക്ഷനാണ്, തുറന്ന മനസ്സുള്ളവനാണ്. ആരുടെ വാദങ്ങളിലാണോ കൂടുതൽ യുക്തിയുള്ളത് അത് കേട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു സാധാരണക്കാരന്റെ പ്രതീകമാണ് സഗ്രേഡോ. മൂന്നാമത്തെ കഥാപാത്രത്തിന്റെ പേരാണ് പുസ്തകത്തിന്റെ തലവര മാറ്റിയത് സിംപ്ലിഷ്യോ. അരിസ്റ്റോട്ടിലിന്റെ സിദ്ധാന്തങ്ങളെ അന്ധമായി വിശ്വസിക്കുന്ന, സ്വന്തമായി ചിന്തിക്കാൻ കഴിവില്ലാത്ത ഒരു തത്വചിന്തകനാണ് സിംപ്ലിഷ്യോ. അയാൾ ടോളമിയുടെ ഭൂകേന്ദ്ര സിദ്ധാന്തത്തിനു വേണ്ടി വാദിക്കുന്നു. പക്ഷേ അയാളുടെ വാദങ്ങളെല്ലാം ദുർബലവും പരിഹാസ്യവുമായിരുന്നു. സാൽവിയാട്ടിയുടെ ബുദ്ധിപരമായ ചോദ്യങ്ങൾക്ക് മുന്നിൽ അയാൾക്ക് പലപ്പോഴും ഉത്തരം മുട്ടി. അയാൾ പഴയ പുസ്തകങ്ങളിൽ നിന്ന് ഉദ്ധരിക്കുകയല്ലാതെ സ്വന്തമായി ഒന്നും പറയുന്നില്ല. പുസ്തകത്തിലുടനീളം സിംപ്ലിഷ്യോ ഒരു വിഡ്ഢിയായാണ് ചിത്രീകരിക്കപ്പെട്ടത്. സിംപ്ലിഷ്യോ എന്ന പേരിന് ഇറ്റാലിയൻ ഭാഷയിൽ വിഡ്ഢി അല്ലെങ്കിൽ മന്ദബുദ്ധി എന്നൊരർത്ഥം കൂടിയുണ്ടായിരുന്നു. പുസ്തകം പൂർത്തിയാക്കിയ ശേഷം അതിൻ്റെ പേര് ഡയലോഗ് കൺസേണിംഗ് ദ 2 ചീഫ് വേൾഡ് സിസ്റ്റംസ് എന്നായിരുന്നു. 1632 അത് ഫ്ലോറൻസിൽ അച്ചടിച്ചു. പുസ്തകം പുറത്തിറങ്ങിയപ്പോൾ വലിയൊരു സ്വീകരണമാണ് ലഭിച്ചത്. ഗലീലിയോയുടെ ഏറ്റവും മികച്ച കൃതിയായി പലരും അതിനെ വാഴ്ത്തി. പക്ഷേ ഈ സന്തോഷം അധികനാൾ നീണ്ടുനിന്നില്ല. പുസ്തകത്തിന്റെ കോപ്പികൾ റോമിലെത്തി. ഗലീലിയോയുടെ ശത്രുക്കൾ പുസ്തകം ശ്രദ്ധാപൂർവം വായിച്ചു. അവർക്ക് വേണ്ട ആയുധം അതിലുണ്ടായിരുന്നു. അവർ നേരെ പോപ്പ് ഉർബാൻ 8 അടുത്തേക്ക് പോയി. എന്നിട്ട് പറഞ്ഞു, അങ്ങുന്നേ, ഈ പുസ്തകം അങ്ങയെ അപമാനിക്കാൻ വേണ്ടി ഗലീലിയോ എഴുതിയതാണ്. പോപ്പിന് ഒന്നും മനസ്സിലായില്ല. അവർ വിശദീകരിച്ചു, ഈ പുസ്തകത്തിലെ സിംപ്ലിഷ്യോ എന്ന വിഡ്ഢിയായ കഥാപാത്രത്തെ നോക്കൂ. അയാളുടെ വാദങ്ങൾ പലതും അങ്ങ് ഗലീലിയോയോട് പറഞ്ഞ അതേ കാര്യങ്ങളാണ്. പുസ്തകത്തിന്റെ അവസാനം ദൈവത്തിന്റെ ശക്തി അനന്തമാണെന്നും മനുഷ്യന് എല്ലാം മനസ്സിലാക്കാൻ കഴിയില്ലെന്നും പറഞ്ഞ് പുസ്തകം അവസാനിപ്പിക്കാൻ അങ്ങ് ആവശ്യപ്പെട്ടിരുന്നല്ലോ. ഗലീലിയോ ആ വാചകങ്ങൾ അതേപടി എടുത്ത് ഈ സിംപ്ലിഷ്യോ എന്ന മന്ദബുദ്ധിയുടെ വായിലാണ് വെച്ചുകൊടുത്തിരിക്കുന്നത്. ഇത് അങ്ങേ ലോകത്തിന്റെ മുന്നിൽ ഒരു വിഡ്ഢിയായി ചിത്രീകരിക്കാനുള്ള ശ്രമമാണ്. ഈ വ്യാഖ്യാനം കേട്ടപ്പോൾ പോപ്പ് ഉർബാൻ 8 കോപം കൊണ്ട് വിറച്ചു. താൻ ഇത്രയും വിശ്വസിച്ച, സ്നേഹിതനായി കണ്ടയൊരാൾ തന്നെ പരസ്യമായി ചതിച്ചിരിക്കുന്നു. തന്റെ അധികാരത്തെയും ബുദ്ധിയെയും ആണ് ഗലീലിയോ ചോദ്യം ചെയ്തിരിക്കുന്നത്. തനിക്ക് വ്യക്തിപരമായി ഏറ്റ ഏറ്റവും വലിയ അപമാനമായി അദ്ദേഹം അതിനെ കണ്ടു. ചില ചരിത്രകാരന്മാർ പറയുന്നത് ഗലീലിയോ ഒരിക്കലും പോപ്പിനെ അപമാനിക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ല, അതൊരു യാദൃശ്ചികത മാത്രമായിരുന്നു എന്നാണ്. എന്നാൽ മറ്റു ചിലർ പറയുന്നത് ഗലീലിയോയുടെ അഹങ്കാരവും പരിഹാസ സ്വഭാവവും വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം മനഃപൂർണ്ണം തന്നെ ആയിരിക്കാം അങ്ങനെ ചെയ്തതെന്നാണ്. കാരണം എന്തുതന്നെയായാലും ആ നിമിഷം മുതൽ ഗലീലിയോയുടെ ഏറ്റവും വലിയ സുഹൃത്ത് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ശത്രുവായി മാറി. പോപ്പ് ഉർബാൻ 8 ഉടൻ തന്നെ ആ പുസ്തകത്തിന്റെ വിതരണം നിർത്തിവെക്കാൻ ഉത്തരവിട്ടു. അച്ചടിച്ച കോപ്പികളെല്ലാം പിടിച്ചെടുക്കാൻ നിർദ്ദേശിച്ചു. അതിലുപരിയായി 1616 ഉത്തരവ് ലംഘിച്ചതിന് ഗലീലിയോയെ റോമിലേക്ക് വിളിക്കച്ച് മതക്കോടതിയുടെ മുന്നിൽ വിചാരണ ചെയ്യാൻ അദ്ദേഹം കൽപ്പിച്ചു. ഒരു പുസ്തകത്തിലെ ഒരു കഥാപാത്രം, വെറുമൊരു സംഭാഷണം, അത് പോപ്പിനെ ചൊടിപ്പിച്ചു. ഗലീലിയോയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടമെന്ന് കരുതിയ ആ പുസ്തകം അദ്ദേഹത്തെ തകർച്ചയുടെ പടുകുഴിയിലേക്ക് തള്ളിയിടാൻ പോവുകയായിരുന്നു.
സൗഹൃദത്തിന്റെ പേരിൽ കിട്ടിയ അനുവാദം ഇപ്പോൾ ശത്രുതയുടെ രൂപത്തിൽ അദ്ദേഹത്തെ വേട്ടയാടാൻ തുടങ്ങിയിരുന്നു. പോപ്പ് ഊർബൻ എട്ടാമന്റെ ഉത്തരവ് ഫ്ലോറൻസിലെത്തിയപ്പോൾ ഗലീലിയോ തകർന്നുപോയി. 68 വയസ്സായിരുന്നു അദ്ദേഹത്തിന് പ്രായം. ആരോഗ്യം മോശമായി തുടങ്ങിയിരുന്നു. സന്ധിവാതം കൊണ്ട് നടക്കാൻ പോലും ബുദ്ധിമുട്ടായിരുന്നു. റോമിലേക്കുള്ള ദുർഘടമായ യാത്രയെക്കുറിച്ചോർത്തപ്പോൾ അദ്ദേഹം ഭയന്നു. അദ്ദേഹം തന്റെ രക്ഷാധികാരിയായ ടസ്കനിയിലെ ഗ്രാൻഡ് ഡ്യൂക്കിനോട് വിചാരണ ഒഴിവാക്കി തരാൻ അപേക്ഷിച്ചു. ഡ്യൂക്ക് റോമിലേക്ക് കത്തുകൾ അയച്ചെങ്കിലും പോപ്പിന്റെ കോപം അടങ്ങിയിരുന്നില്ല. ഗലീലിയോ വന്നേ പറ്റൂ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഉറച്ച തീരുമാനം. ഒടുവിൽ 1633 തുടക്കത്തിൽ ഒരു കട്ടിലിൽ കിടത്തി ഒരു വണ്ടിയിലായിരുന്നു ഗലീലിയോയെ റോമിലേക്ക് കൊണ്ടുപോയത്. അതൊരു കുറ്റവാളിയെ കൊണ്ടുപോകുന്നതുപോലെയായിരുന്നു. റോമിലെത്തിയ അദ്ദേഹത്തെ മതക്കോടതിയുടെ ആസ്ഥാനത്ത് പാർപ്പിച്ചു. അദ്ദേഹത്തെ ജയിലിൽ അടച്ചില്ല. പകരം അവിടെയുള്ള ഉദ്യോഗസ്ഥരുടെ മുറികളിലൊന്നിൽ താമസിപ്പിച്ചു. പക്ഷേ അതൊരു തടവു തന്നെയായിരുന്നു. അദ്ദേഹത്തിന് പുറം ലോകവുമായി ബന്ധപ്പെടാൻ അനുവാദമില്ലായിരുന്നു. വിചാരണ തുടങ്ങി. 10 കർദിനാളന്മാരായിരുന്നു വിധികർത്താക്കൾ. പക്ഷേ ഗലീലിയോയുടെ വിധി നേരത്തെ തന്നെ എഴുതപ്പെട്ടിരുന്നു. പോപ്പ് ഊർബൻ എട്ടാമൻ തന്റെ അപമാനം മറക്കാൻ തയ്യാറായിരുന്നില്ല. വിചാരണയുടെ പ്രധാന വിഷയം ശാസ്ത്രമായിരുന്നില്ല. ഗലീലിയോ 1616 കർദിനാൾ ബെല്ലാർമിൻ നൽകിയ മുന്നറിയിപ്പ് ലംഘിച്ചോ ഇല്ലയോ എന്നതായിരുന്നു പ്രധാന ചോദ്യം. ആ ഉത്തരവ് ലംഘിച്ചെങ്കിൽ അതൊരു ഗുരുതരമായ കുറ്റമാണ്, പള്ളിയോടുള്ള അനുസരണക്കേട്. ഗലീലിയോ വാദിച്ചു, എന്റെ പുസ്തകം കോപ്പർനിക്കസിന്റെ സിദ്ധാന്തത്തെ ഒരു സത്യമായി അവതരിപ്പിക്കുന്നില്ല. 2 ഭാഗത്തെയും വാദങ്ങൾ നിഷ്പക്ഷമായി അവതരിപ്പിക്കാൻ മാത്രമാണ് ഞാൻ ചെയ്തത്. പക്ഷേ വിചാരണക്കാർ അദ്ദേഹത്തെ വിശ്വസിക്കാൻ തയ്യാറായിരുന്നില്ല. പുസ്തകം വായിച്ചാൽ ആർക്കും മനസ്സിലാകും അത് കോപ്പർനിക്കസിനെയാണ് പിന്തുണയ്ക്കുന്നതെന്ന്. സിംപ്ലീഷ്യോ എന്ന കഥാപാത്രത്തെ ഒരു വിഡ്ഢിയായി ചിത്രീകരിച്ചതിലൂടെ മറ്റേ ഭാഗത്തെ വാദങ്ങളെ അദ്ദേഹം പരിഹസിക്കുകയായിരുന്നു. വിചാരണയുടെ ഒരു ഘട്ടത്തിൽ പ്രോസിക്യൂട്ടർമാർ ഒരു രേഖ ഹാജരാക്കി. 1616 കർദിനാൾ ബെല്ലാർമിൻ ഗലീലിയലെ കണ്ടപ്പോൾ നടന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ഔദ്യോഗിക കുറിപ്പായിരുന്നു അത്. ആ കുറിപ്പനുസരിച്ച് ബെല്ലാർമിൻ ഗലീലിയോയ്ക്കൊരു മുന്നറിയിപ്പ് മാത്രമല്ല നൽകിയത്, മറിച്ച് കോപ്പർനിക്കസിന്റെ സിദ്ധാന്തത്തെക്കുറിച്ച് ഏത് രീതിയിലും പഠിപ്പിക്കാനോ പ്രതിരോധിക്കാനോ ചർച്ച ചെയ്യാനോ പാടില്ല എന്ന് കർശനമായി വിലക്കിയിരുന്നു. ഈ രേഖ ഗലീലിയോയെ ഞെട്ടിച്ചു. കാരണം കർദിനാൾ ബെല്ലാർമിൻ അങ്ങനെയൊരു കർശനമായ വിലക്ക് നൽകിയതായി അദ്ദേഹം ഓർത്തിരുന്നില്ല. വെറുമൊരു മുന്നറിയിപ്പാണ് തനിക്ക് കിട്ടിയതെന്നാണ് അദ്ദേഹം കരുതിയിരുന്നത്. ചില ചരിത്രകാരന്മാർക്കിടയിൽ ഈ രേഖ ഒരു വ്യാജരേഖയാണോ എന്ന് സംശയിക്കുന്നവരുണ്ട്. ഗലീലിയോയെ കൊടുക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ശത്രുക്കൾ പിന്നീട് എഴുതിച്ചേർത്ത ഒന്നായിരിക്കാം ഇത്. കാരണം ആ രേഖയിൽ കർദിനാൾ ബെല്ലാർമിന്റെയോ ഗലീലിയോയുടെയോ ഒപ്പുകളില്ലായിരുന്നു. എന്തായാലും ആ രേഖ കോടതിയിൽ നിർണായകമായി. ആ രേഖയനുസരിച്ച് ഒരു പുസ്തകമെഴുതാൻ പോപ്പ് ഉർബൻ എട്ടാമൻ അനുവാദം നൽകിയത് തന്നെ തെറ്റാണ്. കാരണം ഗലീലിയോയ്ക്ക് ആ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പോലും അവകാശമില്ലായിരുന്നു. ഗലീലിയോയുടെ അവസ്ഥ കൂടുതൽ പരുങ്ങലിലായി. ദിവസങ്ങൾ നീണ്ട ചോദ്യം ചെയ്യൽ അദ്ദേഹത്തെ തളർത്തി. അദ്ദേഹത്തിന്റെ വാദങ്ങളെല്ലാം നിരാകരിക്കപ്പെട്ടു. ഒടുവിൽ മതക്കോടതി അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. സത്യം പറഞ്ഞില്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾ ശാരീരികമായി പീഡിപ്പിക്കേണ്ടി വരും. അന്നത്തെ കാലത്ത് മതനിന്ദ ആരോപിക്കപ്പെട്ടവരെ സത്യം പറയിക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു സാധാരണ രീതിയായിരുന്നു അത്. ചൂടാക്കിയ ഇരുമ്പു ദണ്ടുകൾ കൊണ്ടോ കൈകാലുകൾ കെട്ടിവലിച്ച് നെരിക്കുന്ന ഉപകരണങ്ങൾ കൊണ്ടുള്ള പീഡനങ്ങൾ. 70 വയസ്സിനോടടുത്ത രോഗിയായ ആ മനുഷ്യന് ആ ഭീഷണി താങ്ങാനാവുന്നതിലും അപ്പുറമായിരുന്നു. 30 വർഷം മുൻപ് ഇതേ റോമിൽ വെച്ച് പ്രപഞ്ചം അനന്തമാണെന്ന് പറഞ്ഞതിന് ജിയോർദാനോ ബ്രൂണോ എന്നൊരു ചിന്തകനെ മതക്കോടതി ജീവനോടെ തീകൊളുത്തി കൊന്ന കാര്യം അദ്ദേഹത്തിൻ്റെ ഓർമ്മയിലുണ്ടായിരുന്നു. തനിക്കും അതേ ഗതി വരുമോ എന്ന് അദ്ദേഹം ഭയന്നു. ഒടുവിൽ ഗലീലിയോ തോൽവി സമ്മതിച്ചു. തൻ്റെ ജീവൻ രക്ഷിക്കാൻ താൻ കണ്ടെത്തിയ സത്യങ്ങളെ തള്ളിപ്പറയാൻ അദ്ദേഹം നിർബന്ധിതനായി. 1633 ജൂൺ 22 സാന്റാ മറിയ സോപ്ര മിനർവ എന്ന പള്ളിയോട് ചേർന്നുള്ള വലിയ ഹാളിൽ വെച്ച്
അദ്ദേഹത്തിൻ്റെ അന്തിമ വിധി പ്രഖ്യാപിച്ചു. കറുത്ത വസ്ത്രമണിഞ്ഞ കർദിനാളന്മാർക്ക് മുന്നിൽ മുട്ടുകുത്തി നിന്നുകൊണ്ട് ഗലീലിയോ തനിക്ക് വേണ്ടി തയ്യാറാക്കിയ കുറ്റസമ്മതപത്രം വായിച്ചു. അദ്ദേഹത്തിൻ്റെ ശബ്ദം വിറച്ചിരുന്നു. ഞാൻ ഗലീലിയോ ഗലീലി, ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്നു എന്ന തെറ്റായ വിശ്വാസം പുലർത്തിയതിനും പ്രചരിപ്പിച്ചതിനും ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ മാപ്പ് പറയുന്നു. ഞാൻ ആ തെറ്റിനെ വെറുക്കുകയും ശപിക്കുകയും ഉപേക്ഷിക്കുകയും ചെയ്യുന്നു. ഇനിമേൽ ഒരിക്കലും വിശുദ്ധ കത്തോലിക്ക സഭയുടെ പഠിപ്പിക്കലുകൾക്ക് വിരുദ്ധമായി ഒന്നും പറയുകയോ എഴുതുകയോ ചെയ്യില്ലെന്ന് ഞാൻ സത്യം ചെയ്യുന്നു. അതൊരു ഹൃദയഭേദകമായ കാഴ്ചയായിരുന്നു. തൻ്റെ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞൻ, ആകാശത്തിൻ്റെ രഹസ്യങ്ങൾ ലോകത്തിന് കാണിച്ചുകൊടുത്ത മനുഷ്യൻ അധികാരത്തിന് മുന്നിൽ നിസ്സഹായനായി മുട്ടുമടക്കി നിൽക്കുന്നു. താൻ വിശ്വസിച്ച സത്യം ഒരു നുണയാണെന്ന് ലോകത്തോട് വിളിച്ചു പറയുന്നു. ഈ സംഭവത്തെക്കുറിച്ച് പിന്നീടൊരു കഥ പ്രചാരത്തിലുണ്ട്. കുറ്റസമ്മതം നടത്തി എഴുന്നേറ്റ ശേഷം ഗലീലിയോ പതിയെ നിലത്തേക്ക് നോക്കി എപ്പൊരു സി മൂവവേ എന്ന് പിറുപിറുത്തു എന്ന്. ഇറ്റാലിയൻ ഭാഷയിലുള്ള ആ വാക്കിൻ്റെ അർത്ഥം എന്നിരുന്നാലും അത് ചലിക്കുന്നുണ്ട് എന്നാണ്. അതായത്, ഞാൻ എന്തു പറഞ്ഞാലും ഇല്ലെങ്കിലും ഭൂമി സൂര്യനു ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കും എന്ന സത്യം മാറുന്നില്ല എന്ന്. ഈ കഥയ്ക്ക് ചരിത്രപരമായ യാതൊരു തെളിവുമില്ല. ഗലീലിയോയുടെ മരണത്തിന് 100 വർഷങ്ങൾക്ക് ശേഷം ആരോ ഉണ്ടാക്കിയ ഒരു കഥയാണിത്. പക്ഷേ ലോകം ആ കഥ വിശ്വസിക്കാൻ ഇഷ്ടപ്പെടുന്നു. കാരണം അത് അധികാരത്തിന് മുന്നിൽ തോറ്റുകൊടുത്തെങ്കിലും ഗലീലിയോയുടെ ഉള്ളിലെ സത്യത്തിൻ്റെ തീ അണഞ്ഞിരുന്നില്ല എന്ന് ഓർമ്മിപ്പിക്കുന്നു. വിധി പ്രഖ്യാപനം കഴിഞ്ഞു. ഗലീലിയോയെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു. അദ്ദേഹത്തിൻ്റെ ഡയലോഗ് എന്ന പുസ്തകം നിരോധിച്ചു. അദ്ദേഹത്തിൻ്റെ എല്ലാ പുസ്തകങ്ങളും ഇനി പള്ളിയുടെ അനുവാദമില്ലാതെ പ്രസിദ്ധീകരിക്കാൻ പാടില്ലെന്നും വിധിച്ചു. പക്ഷേ ഗലീലിയോയുടെ പ്രായവും ആരോഗ്യസ്ഥിതിയും കണക്കിലെടുത്ത് പോപ്പ് ഉർബൻ 8 ഒരു ദയ കാണിച്ചു. ജയിലിലെ തടവിനു പകരം അദ്ദേഹത്തെ വീട്ടുതടങ്കലിലാക്കാൻ ഉത്തരവിട്ടു. അദ്ദേഹത്തെ ആദ്യം റോമിലെ ടസ്കൻ അംബാസഡറുടെ കൊട്ടാരത്തിലാണ് പാർപ്പിച്ചത്. പിന്നീട് സിയനയിലെ ആർച്ച് ബിഷപ്പിൻ്റെ കൊട്ടാരത്തിലേക്ക് മാറ്റി. ഒടുവിൽ അദ്ദേഹത്തിൻ്റെ ശിഷ്ടജീവിതം ഫ്ലോറൻസിനടുത്തുള്ള ആർസെട്രി എന്ന ഗ്രാമത്തിലെ സ്വന്തം വില്ലയിൽ ഇൽ ജൊയെല്ലോ എന്നു പേരുള്ള ആ വീട്ടിൽ പുറത്തിറങ്ങാൻ അനുവാദമില്ലാതെ കഴിയാൻ വിധിച്ചു. അദ്ദേഹത്തിന് സന്ദർശകരെ കാണുന്നതിന് കർശനമായ നിയന്ത്രണങ്ങളുണ്ടായിരുന്നു. പള്ളിയുടെ അനുവാദമില്ലാതെ ആർക്കും അദ്ദേഹത്തെ കാണാൻ കഴിയില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഓരോ നീക്കവും നിരീക്ഷിക്കപ്പെട്ടു. ഒരു കാലത്ത് യൂറോപ്പിലെങ്ങും യാത്ര ചെയ്യുകയും രാജാക്കന്മാരോടും പോപ്പുമാരോടും സംവദിക്കുകയും ചെയ്ത ആ വലിയ മനുഷ്യൻ ഇപ്പോൾ സ്വന്തം വീടിൻ്റെ 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിപ്പോയി. പക്ഷേ ആ തടവരയ്ക്കും ഗലീലിയോയുടെ ചിന്തകളെ തടവിലിടാൻ കഴിഞ്ഞില്ല. ഒരു വലിയ യുദ്ധത്തിൽ അദ്ദേഹം തോറ്റിരിക്കാം, പക്ഷേ അദ്ദേഹത്തിൻ്റെ പോരാട്ടം അപ്പോഴും അവസാനിച്ചിരുന്നില്ല. ആ മുട്ടുമടക്കൽ ഒരു അന്ത്യമായിരുന്നില്ല, മറിച്ച് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ അവസാനത്തെ, ഒരുപക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അധ്യായത്തിൻ്റെ തുടക്കമായിരുന്നു. ആർസെട്രിയിലെ ഇൽ ജൊയെല്ലോ എന്ന ആ വില്ല ഒരേ സമയം ഗലീലിയോയുടെ വീടും ജയിലുമായിരുന്നു. പുറം ലോകവുമായി അദ്ദേഹത്തിന് കാര്യമായ ബന്ധങ്ങളൊന്നുമില്ലായിരുന്നു. അദ്ദേഹത്തെ ആരെങ്കിലും സന്ദർശിക്കണമെങ്കിൽ മതക്കോടതിയുടെ പ്രത്യേക അനുവാദം വേണമായിരുന്നു. പുസ്തകങ്ങൾ പോലും കർശനമായ പരിശോധനയ്ക്ക് ശേഷമാണ് അദ്ദേഹത്തിന് കിട്ടിയിരുന്നത്. അദ്ദേഹത്തിൻ്റെ മകൾ വെർജീനിയ അടുത്തുള്ള ഒരു കന്യാസ്ത്രീ മഠത്തിലുണ്ടായിരുന്നു. അവൾക്ക് മരിയ സെലസ്റ്റെ എന്നായിരുന്നു പേര്. അവളായിരുന്നു ആ ഏകാന്തതയിൽ അദ്ദേഹത്തിന് ഏറ്റവും വലിയ ആശ്വാസം. അവൾ അദ്ദേഹത്തിന് പതിവായി കത്തുകൾ എഴുതുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആരോഗ്യം ശ്രദ്ധിക്കാൻ ഓർമ്മിപ്പിക്കുമായിരുന്നു. പക്ഷേ ഈ സന്തോഷം അധികനാൾ നീണ്ടുനിന്നില്ല. വീട്ടുതടങ്കലിലായി 1 വർഷം കഴിഞ്ഞപ്പോൾ 1634 മരിയ സെലസ്തെ അസുഖം ബാധിച്ചു മരണപ്പെട്ടു. ഇത് ഗലീലിയോയെ മാനസികമായി തളർത്തി. 70 വയസ്സുള്ള ആരോഗ്യമില്ലാത്ത തകർന്ന ഹൃദയവുമായി കഴിയുന്ന ആ മനുഷ്യൻ ഇനി എന്തു ചെയ്യാനാണ്? പക്ഷെ തോറ്റുകൊടുക്കാൻ ഗലീലിയോ തയ്യാറായിരുന്നില്ല. ജ്യോതിശാസ്ത്രത്തെക്കുറിച്ച് സംസാരിക്കുന്നതിൽ നിന്ന് പള്ളി അദ്ദേഹത്തെ വിലക്കിയിരിക്കാം. പ്രപഞ്ചത്തിൻ്റെ ഘടനയെക്കുറിച്ച് പുസ്തകമെഴുതാൻ അദ്ദേഹത്തിന് അനുവാദമില്ലായിരിക്കാം. പക്ഷേ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു: ചലനം. അതെ, തൻ്റെ ശാസ്ത്രജീവിതത്തിൻ്റെ തുടക്കത്തിൽ പിസയിലെ ചെരിഞ്ഞ ഗോപുരത്തിൽ വെച്ച്
അദ്ദേഹം ചിന്തിച്ചു തുടങ്ങിയ അതേ വിഷയം. വസ്തുക്കൾ എങ്ങനെയാണ് ചലിക്കുന്നത്? എന്തുകൊണ്ടാണ് ഒരു കല്ല് താഴേക്ക് വീഴുന്നത്? എന്തുകൊണ്ടാണ് ഒരു പന്തുരുണ്ടു പോകുമ്പോൾ കുറച്ചു കഴിഞ്ഞ് നിൽക്കുന്നത്? അരിസ്റ്റോട്ടൽ ഇതിനെക്കുറിച്ചെല്ലാം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവയിൽ പലതും തെറ്റാണെന്ന് ഗലീലിയോയ്ക്ക് അറിയാമായിരുന്നു. ഈ വിഷയത്തെക്കുറിച്ചൊരു പുസ്തകം എഴുതുന്നതിൽ നിന്ന് പള്ളിക്ക് അദ്ദേഹത്തെ വിലക്കാൻ കഴിയില്ല. കാരണം ഇതിന് കോപ്പർനിക്കസുമായി നേരിട്ട് ബന്ധമൊന്നുമില്ല. അങ്ങനെ തൻ്റെ ജീവിതത്തിലെ അവസാന വർഷങ്ങളിൽ ആ വീട്ടുതടങ്കലിലിരുന്ന് ഗലീലിയോ തൻ്റെ ഏറ്റവും മഹത്തായ ശാസ്ത്രഗ്രന്ഥം എഴുതാൻ തുടങ്ങി. ജ്യോതിശാസ്ത്രത്തിൽ അദ്ദേഹം വരുത്തിയ വിപ്ലവത്തെക്കാൾ ഭൗതികശാസ്ത്രത്തിന് അദ്ദേഹം നൽകിയ ഏറ്റവും വലിയ സംഭാവനയായിരുന്നു ആ പുസ്തകം. അതിൻ്റെ പേര് ഡിസ്കോഴ്സസ് ആൻഡ് മാത്തമാറ്റിക്കൽ ഡെമോൺസ്ട്രേഷൻസ് റിലേറ്റിംഗ് ടു 2 ന്യൂ സയൻസസ് എന്നായിരുന്നു. ചുരുക്കത്തിൽ 2 ന്യൂ സയൻസസ് എന്ന് വിളിക്കപ്പെട്ടു. വീണ്ടും അദ്ദേഹം സംഭാഷണ രൂപമാണ് തിരഞ്ഞെടുത്തത്. പഴയ ഡയലോഗിലെ അതേ 3 കഥാപാത്രങ്ങൾ, സാൽവിയാറ്റി, സഗ്രേഡോ, പിന്നെ സിംപ്ലീഷ്യോയും. പക്ഷേ ഇത്തവണ സിംപ്ലീഷ്യോ അത്ര വലിയൊരു വിഡ്ഢിയായിരുന്നില്ല. അയാൾ സംശയങ്ങൾ ചോദിക്കുന്ന, കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുന്ന ഒരാളായിരുന്നു. ഒരു പക്ഷേ പഴയ അനുഭവം അദ്ദേഹത്തെ പഠിപ്പിച്ച ഒരു പാഠമായിരിക്കാം അത്. ഈ പുസ്തകത്തിൽ അദ്ദേഹം 2 പുതിയ ശാസ്ത്രങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചത്. ഒന്ന്, വസ്തുക്കളുടെ ബലത്തെക്കുറിച്ചുള്ള പഠനം. ഒരു പാലമോ കെട്ടിടമോ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ തൂണുകൾക്ക് എത്ര ഭാരം താങ്ങാൻ കഴിയും എന്ന് ഗണിതശാസ്ത്രപരമായി എങ്ങനെ കണ്ടുപിടിക്കാം എന്നതിനെക്കുറിച്ചായിരുന്നു അത്. രണ്ടാമത്തെ ശാസ്ത്രമായിരുന്നു ഏറ്റവും വിപ്ലവകരം, ചലനത്തെക്കുറിച്ചുള്ള പഠനം. ഇവിടെയാണ് അദ്ദേഹം ആധുനിക ഭൗതികശാസ്ത്രത്തിന് അടിത്തറയിട്ടത്. അദ്ദേഹം ആക്സിലറേഷനെക്കുറിച്ച് സംസാരിച്ചു. താഴേക്ക് വീഴുന്ന ഒരു വസ്തുവിൻ്റെ വേഗത ഓരോ സെക്കൻഡിലും എങ്ങനെയാണ് കൂടുന്നതെന്ന് അദ്ദേഹം ഗണിതശാസ്ത്ര സമവാക്യങ്ങളിലൂടെ വിശദീകരിച്ചു. ചരിഞ്ഞൊരു പ്രതലത്തിലൂടെ ഒരു പന്തുരുട്ടിവിട്ട് അദ്ദേഹം നടത്തിയ പരീക്ഷണങ്ങളെക്കുറിച്ച് അതിൽ വിവരിക്കുന്നുണ്ട്. സമയമളക്കാൻ കൃത്യമായ ക്ലോക്കുകളില്ലാതിരുന്ന കാലത്ത് സ്വന്തം നാഡീമിടിപ്പും വെള്ളമൊഴുകിപ്പോകുന്നതിൻ്റെ അളവും സംഗീതത്തിലെ താളവും ഉപയോഗിച്ച് അദ്ദേഹം സമയമളന്നതെങ്ങനെയെന്ന് അതിൽ പറയുന്നുണ്ട്. ഈ പുസ്തകത്തിലാണ് ഗലീലിയോ ഇനേർഷ്യ അഥവാ ജഡത്വം എന്ന ആശയത്തിന് ഒരു വ്യക്തമായ രൂപം നൽകിയത്. അരിസ്റ്റോട്ടിൽ പഠിപ്പിച്ചത് ഒരു വസ്തുവിനെ ചലിപ്പിക്കണമെങ്കിൽ എപ്പോഴും ഒരു ശക്തി പ്രയോഗിച്ചുകൊണ്ടിരിക്കണം എന്നായിരുന്നു. എന്നാൽ ഗലീലിയോ പറഞ്ഞു, അതല്ല സത്യം. ഘർഷണം അഥവാ ഫ്രിക്ഷൻ പോലുള്ള ബാഹ്യശക്തികളൊന്നും തടസ്സപ്പെടുത്തുന്നില്ലെങ്കിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തു എപ്പോഴും അതേ വേഗതയിൽ ഒരേ ദിശയിൽ ചലിച്ചുകൊണ്ടിരിക്കും. അതിനെ നിർത്താനോ ദിശ മാറ്റാനോ ആണ് ഒരു ശക്തിയുടെ ആവശ്യമുള്ളത്. അതുപോലെ നിശ്ചലമായിരിക്കുന്ന ഒരു വസ്തു എപ്പോഴും നിശ്ചലമായി തുടരും. ഈ നിയമം പിന്നീട് സർ ഐസക് ന്യൂട്ടന്റെ 1-ാം ചലന നിയമത്തിന്റെ അടിസ്ഥാനമായി മാറി. ഈ പുസ്തകം എഴുതുന്നത് അദ്ദേഹത്തിന് ഒട്ടും എളുപ്പമായിരുന്നില്ല. 1638 ആയപ്പോഴേക്കും പതിറ്റാണ്ടുകളോളം ടെലിസ്കോപ്പിലൂടെ സൂര്യനെയും നക്ഷത്രങ്ങളെയും നോക്കി അദ്ദേഹത്തിന്റെ കണ്ണിന്റെ കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെട്ടിരുന്നു. പ്രപഞ്ചത്തിന്റെ വാതിലുകൾ ലോകത്തിനു മുന്നിൽ തുറന്നുകൊടുത്ത ആ കണ്ണുകൾ ഇപ്പോൾ ഇരുട്ടിലായിരുന്നു. പക്ഷേ ആ ഇരുട്ടും അദ്ദേഹത്തെ തളർത്തിയില്ല. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കേട്ടെഴുതാൻ സഹായികളെ വെച്ചു. അദ്ദേഹത്തിന്റെ ഓർമ്മയിൽ നിന്നും ചിന്തകളിൽ നിന്നും ആ പുസ്തകം പതിയെ രൂപം കൊണ്ടു. പുസ്തകം പൂർത്തിയായി. പക്ഷേ അടുത്ത പ്രശ്നം വന്നു. ഇതെങ്ങനെ പ്രസിദ്ധീകരിക്കും? ഇറ്റലിയിൽ ഇത് പ്രസിദ്ധീകരിക്കാൻ പള്ളി ഒരിക്കലും അനുവദിക്കില്ല. ഗലീലിയോയുടെ ഒരു സുഹൃത്ത് രഹസ്യമായി ആ പുസ്തകത്തിന്റെ കയ്യെഴുത്ത് പ്രതി ഇറ്റലിയിൽ നിന്ന് കടത്തി. അദ്ദേഹം അത് ഹോളണ്ടിലെ ലെയ്ഡനിലുള്ള ഒരു പ്രസാധകന്റെ കയ്യിലെത്തിച്ചു. ഹോളണ്ട് പ്രൊട്ടസ്റ്റന്റ് രാജ്യമായതുകൊണ്ട് അവിടെ റോമിലെ പള്ളിയുടെ അധികാരമില്ലായിരുന്നു. അങ്ങനെ 1638 ഗലീലിയോയുടെ അവസാനത്തെ മഹത്തായ ഗ്രന്ഥം ഹോളണ്ടിൽ വെച്ച് പ്രസിദ്ധീകരിച്ചു. പുസ്തകത്തിന്റെ ഒരു കോപ്പി ആസട്രിയിലെ ഇരുട്ടുമുറിയിൽ തടവിൽ കഴിയുന്ന ആ അന്ധനായ മനുഷ്യന്റെ കയ്യിലെത്തിയപ്പോൾ അദ്ദേഹം അനുഭവിച്ച സന്തോഷം എത്ര വലുതായിരുന്നിരിക്കാം. 2 ന്യൂ സയൻസസ് എന്ന പുസ്തകം യൂറോപ്പിലെ ശാസ്ത്രലോകത്ത് വലിയൊരു ചലനമുണ്ടാക്കി. ഐസക് ന്യൂട്ടൺ ജനിക്കുന്നതിന് 4 വർഷം മുൻപാണ് ഈ പുസ്തകം പുറത്തിറങ്ങിയത്.
ന്യൂട്ടൺ പിന്നീട് തൻ്റെ ചലന നിയമങ്ങളും ഗുരുത്വാകർഷണ സിദ്ധാന്തവുമെല്ലാം രൂപപ്പെടുത്തിയത് ഗലീലിയോ പാകിയ ഈ അടിത്തറയുടെ മുകളിലാണ്. അതുകൊണ്ടാണ് പലരും ഗലീലിയോയെ ആധുനിക ഭൗതികശാസ്ത്രത്തിൻ്റെ പിതാവ് എന്ന് വിളിക്കുന്നത്. തൻ്റെ അവസാന നാളുകളിൽ പൂർണ്ണമായും മന്ദനായി ലോകത്തിൽ നിന്നൊറ്റപ്പെട്ട് ആ വീട്ടിലിരുന്ന് ഗലീലിയോ തൻ്റെ ജീവിതത്തെക്കുറിച്ച് ഓർത്തിരിക്കാം. ഒരുപാട് വിജയങ്ങൾ, അതിനേക്കാൾ വലിയൊരു പരാജയം. പക്ഷെ അദ്ദേഹം സംതൃപ്തനായിരുന്നു. കാരണം അധികാരത്തിന് അദ്ദേഹത്തിൻ്റെ ശരീരത്തെ തടവിലിടാൻ കഴിഞ്ഞിരിക്കാം, പക്ഷെ അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെ തടവിലിടാൻ കഴിഞ്ഞില്ല. ആ ആശയങ്ങൾ ഒരു പുസ്തകത്തിൻ്റെ രൂപത്തിൽ ലോകമെങ്ങും സഞ്ചരിക്കുന്നുണ്ടെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. 1642 ജാനുവരി 8 തൻ്റെ 77-ാം വയസ്സിൽ ഗലീലിയോ ഗലീലി ആസട്രിയിലെ ആ വീട്ടിൽ വെച്ച് മരണപ്പെട്ടു. മതക്കോടതിയുടെ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരാളായതുകൊണ്ട് വലിയൊരു ശവസംസ്കാരം നടത്താനോ ഫ്ലോറൻസിലെ സാന്റാക്രൂസ് പള്ളിയിലെ അദ്ദേഹത്തിൻ്റെ കുടുംബ കല്ലറയിൽ അടക്കം ചെയ്യാനോ പള്ളി അനുവദിച്ചില്ല. പള്ളിയുടെ ഒരു ചെറിയ അടയാളങ്ങളില്ലാത്ത ഒരു മൂലയിലാണ് അദ്ദേഹത്തെ അടക്കിയത്. പക്ഷേ അതൊരവസാനമായിരുന്നില്ല. ഗലീലിയോ എന്ന മനുഷ്യൻ മരിച്ചിരിക്കാം, പക്ഷേ അദ്ദേഹത്തിൻ്റെ ശാസ്ത്രം ജീവിക്കാൻ തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. കാഴ്ച നഷ്ടപ്പെട്ടിട്ടും വീട്ടുതടങ്കലിൻ്റെ ഏകാന്തതയിലിരുന്ന് അദ്ദേഹം എഴുതിത്തീർത്ത ആ നിയമങ്ങളാണ് പ്രപഞ്ചത്തിൻ്റെ ചലനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ മനുഷ്യരാശിയെ പിന്നീട് സഹായിച്ചത്. ഗലീലിയോയുടെ മരണം വളരെ നിശബ്ദമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശവശരീരം ഫ്ലോറൻസിലെ സാന്താക്രൂസ് പള്ളിയിൽ അടക്കം ചെയ്തപ്പോൾ അതൊരു വലിയ ചടങ്ങായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റേതായ വലിയ കല്ലറയിൽ അടക്കാൻ പള്ളി അനുവദിച്ചില്ല. പകരം ആ വലിയ പള്ളിയുടെ ഒരു മൂലയിൽ, അധികമാരും ശ്രദ്ധിക്കാത്ത ഒരിടത്ത്, ഒരു ചെറിയ കുഴിമാടത്തിൽ അദ്ദേഹത്തെ അടക്കി. മഹാനായ മൈക്കലാഞ്ചലോയെയും ഡാന്റെയെയും പോലുള്ളവരുടെ ശവകുടീരങ്ങളുണ്ടായിരുന്ന അതേ പള്ളിയിലാണ് പ്രപഞ്ചത്തെക്കുറിച്ചുള്ള മനുഷ്യൻ്റെ കാഴ്ചപ്പാട് മാറ്റിയെഴുതിയ മനുഷ്യൻ ഒരടയാളം പോലുമില്ലാതെ അന്ത്യവിശ്രമം കൊണ്ടത്. അദ്ദേഹത്തിൻ്റെ അവസാന നാളുകളിൽ കൂടെയുണ്ടായിരുന്ന വിശ്വസ്തനായ ശിഷ്യൻ വിൻസെൻസോ വിവിയാനി ഈ അപമാനത്തിൽ ഒരുപാട് ദുഃഖിച്ചു. തൻ്റെ ഗുരുവിന് അർഹിക്കുന്ന ഒരു വലിയ സ്മാരകം പണിയണമെന്ന് അയാൾ ആഗ്രഹിച്ചു. അതിനുവേണ്ടി പണമെല്ലാം സ്വരൂപിച്ചു വെച്ചു. പക്ഷേ മതക്കോടതിയുടെ ശിക്ഷ അനുഭവിച്ച ഒരു മതനിന്ദകന് സ്മാരകം പണിയാൻ പള്ളിയിൽ നിന്ന് അനുവാദം കിട്ടിയില്ല. അതുകൊണ്ട് വിവിയാനി ഒരു കാര്യം തീരുമാനിച്ചു. താൻ മരിക്കുമ്പോൾ തന്നെ ഗലീലിയോയുടെ കുഴിമാടത്തിനരികിലടക്കണം. എന്നെങ്കിലും ഒരു നാൾ തൻ്റെ ഗുരുവിനെ ആളുകൾ അംഗീകരിക്കുമെന്നും അന്ന് അദ്ദേഹത്തെ ആ വലിയ കല്ലറയിലേക്ക് മാറ്റുമെന്നും അയാൾ വിശ്വസിച്ചു. അപ്പോൾ തനിക്കും അദ്ദേഹത്തിൻ്റെ കൂടെ അങ്ങോട്ട് പോവാമല്ലോ. കാലം മുന്നോട്ടു പോയി. ഗലീലിയോയുടെ പുസ്തകങ്ങൾ യൂറോപ്പിലെ പുതിയ തലമുറയിലെ ശാസ്ത്രജ്ഞർക്ക് വഴികാട്ടിയായി. അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ കൂടുതൽ കൂടുതൽ സ്വീകരിക്കപ്പെട്ടു. ഫ്ലോറൻസിലെ ജനങ്ങൾക്കിടയിൽ ഗലീലിയോ ഒരു നായകനായി മാറാൻ തുടങ്ങി. തങ്ങളുടെ നഗരം ജന്മം നൽകിയ ഏറ്റവും വലിയ പ്രതിഭകളിൽ ഒരാളെ ഇങ്ങനെ അപമാനിച്ചിടുന്നത് ശരിയല്ലെന്ന ഒരു തോന്നൽ ശക്തമായി. അങ്ങനെ ഏതാണ്ട് 100 വർഷം കഴിഞ്ഞുപോയി. കൃത്യമായി പറഞ്ഞാൽ 95 വർഷം. 1737 ഫ്ലോറൻസിലെ അധികാരികൾ ഒരു തീരുമാനമെടുത്തു. ഗലീലിയോ ഗലീലിയുടെ ഭൗതികാവശിഷ്ടങ്ങൾ ആരും കാണാത്ത മൂലയിൽ നിന്ന് മാറ്റി സാന്താക്രോസ് പള്ളിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരിടത്ത് മൈക്കലാഞ്ചലോയുടെ ശവകുടീരത്തിന് എതിർവശത്തായി വലിയൊരു മാർബിൾ സ്മാരകം പണിത് അവിടെ സ്ഥാപിക്കാൻ. വിവിയാനിയുടെ സ്വപ്നം ഒടുവിൽ സഫലമാകാൻ പോവുകയായിരുന്നു. ആ ദിവസം വലിയൊരു ചടങ്ങായിരുന്നു. ഗലീലിയോയുടെ പഴയ കുഴിമാടം തുറന്നു. അസ്ഥികൾ പുറത്തെടുത്തു. കൂടെ വിവിയാനിയുടെ അസ്ഥികളും. ഗുരുവും ശിഷ്യനും ഒരുമിച്ച് പുതിയ കല്ലറയിലേക്ക് യാത്രയായി. പക്ഷേ ആ ഭൗതിക അവശിഷ്ടങ്ങൾ പുതിയ സ്മാരകത്തിലേക്ക് മാറ്റുന്നതിനിടയിൽ അന്നവിടെ കൂടി നിന്ന ചില ആരാധകർ വളരെ വിചിത്രമായ ഒരു കാര്യം ചെയ്തു. വലിയ ആളുകളോടുള്ള ആരാധന ചിലപ്പോൾ നമ്മളെക്കൊണ്ട് എന്തൊക്കെയാണ് ചെയ്യിക്കുക? അവർ ഗലീലിയോയുടെ അസ്ഥിക്കൂടത്തിൽ നിന്ന് 3 വിരലുകളും ഒരു പല്ലും പിന്നെ നട്ടെല്ലിലെ ഒരു കശേരുവും അടർത്തിയെടുത്തു. അവയെ വിശുദ്ധ തിരുശേഷിപ്പുകൾ പോലെ അവർ സൂക്ഷിച്ചു വെച്ചു. അതിലൊരു വിരൽ, വലതുകൈയിലെ നടുവിരൽ, ഇന്നും ഫ്ലോറൻസിലെ ഗലീലിയോ മ്യൂസിയത്തിൽ ഒരു ചെറിയ സ്ഫടികഭരണിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. മനോഹരമായി അലങ്കരിച്ച ഒരു പീഠത്തിൽ സ്വർണം പൂശി ഒരു ചട്ടക്കൂടിനുള്ളിൽ ആ ഉണങ്ങിയ വിരൽ മുകളിലേക്ക് ചൂണ്ടി നിൽക്കുന്നു. അതെ,
ഒരു കാലത്ത് ടെലസ്കോപ്പിലൂടെ ആകാശത്തിലെ അത്ഭുതങ്ങളിലേക്ക് ചൂണ്ടിയ അതേ വിരൽ ഇപ്പോൾ അത് നൂറ്റാണ്ടുകളായി തന്നെ നിശബ്ദനാക്കാൻ ശ്രമിച്ച അധികാരത്തിന് നേരെ എന്ന പോലെ, അല്ലെങ്കിൽ താൻ വെളിപ്പെടുത്തിയ സത്യത്തിലേക്കെന്ന പോലെ മുകളിലേക്ക് വിരൽ ചൂണ്ടി നിൽക്കുന്നു. അതൊരു നിശബ്ദമായ പ്രതിഷേധം പോലെ, ഒരു ഓർമ്മപ്പെടുത്തൽ പോലെ ഇന്നും അവിടെയുണ്ട്. ഗലീലിയോയ്ക്ക് മരണാനന്തരം ഫ്ലോറൻസിൽ വലിയ ബഹുമതികൾ കിട്ടിയെങ്കിലും കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക നിലപാടിൽ വലിയ മാറ്റങ്ങളൊന്നും വന്നില്ല. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ നിരോധിച്ച പുസ്തകങ്ങളുടെ പട്ടികയിൽ തുടർന്നു. കോപ്പർനിക്കസിന്റെ സിദ്ധാന്തം തെറ്റാണെന്ന 1616 വിധി അങ്ങനെ തന്നെ നിന്നു. 18-ാം നൂറ്റാണ്ടിലും 19-ാം നൂറ്റാണ്ടിലുമൊക്കെ ശാസ്ത്രം ഒരുപാട് മുന്നോട്ടു പോയി. ഭൂമി സൂര്യനു ചുറ്റും കറങ്ങുകയാണെന്നത് സ്കൂൾ കുട്ടികൾക്ക് പോലും അറിയാവുന്ന ഒരു സാധാരണ കാര്യമായി മാറി. എന്നിട്ടും സഭയുടെ പുസ്തകങ്ങളിൽ ഗലീലിയോ ഒരു കുറ്റവാളിയായി തുടർന്നു. സഭ പതുക്കെയാണെങ്കിലും തെറ്റ് തിരുത്താൻ തുടങ്ങി. 1758-ൽ കോപ്പർനിക്കസിന്റെ സിദ്ധാന്തം പഠിപ്പിക്കുന്ന എല്ലാ പുസ്തകങ്ങൾക്കുമുള്ള പൊതുവായ വിലക്ക് പോപ്പ് ബെനഡിക്ട് 14 നീക്കം ചെയ്തു. പക്ഷേ ഗലീലിയോയുടെ ഡയലോഗ് പോലുള്ള പുസ്തകങ്ങൾ അപ്പോഴും നിരോധിത പട്ടികയിൽ തന്നെയായിരുന്നു. ഒടുവിൽ 1835-ലാണ് ഗലീലിയോയുടെ പുസ്തകങ്ങളെ ആ പട്ടികയിൽ നിന്ന് പൂർണ്ണമായി നീക്കം ചെയ്തത്. അദ്ദേഹത്തെ ശിക്ഷിച്ച് ഏകദേശം 200 വർഷങ്ങൾക്ക് ശേഷം. പക്ഷേ ഗലീലിയോയോട് സഭ ചെയ്തത് ഒരു തെറ്റായിരുന്നുവെന്ന് ഔദ്യോഗികമായി സമ്മതിക്കാൻ പിന്നെയും ഒരുപാട് കാലമെടുത്തു. 20-ാം നൂറ്റാണ്ടിൽ ശാസ്ത്രവും മതവും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങൾ തുടങ്ങി. 1979-ൽ പോപ്പ് ജോൺ പോൾ രണ്ടാമൻ ഗലീലിയോയുടെ വിചാരണയെക്കുറിച്ച് പുനഃപരിശോധിക്കാൻ ഒരു കമ്മീഷനെ നിയമിച്ചു. ശാസ്ത്രലോകത്തിന് സഭയോടുണ്ടായിരുന്ന പഴയ മുറിവുകൾ ഉണക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. ആ കമ്മീഷൻ 13 വർഷം നീണ്ട പഠനങ്ങൾ നടത്തി. പഴയ രേഖകളെല്ലാം പരിശോധിച്ചു. ഒടുവിൽ 1992 ഒക്ടോബർ 31-ന് പോപ്പ് ജോൺ പോൾ രണ്ടാമൻ ലോകത്തോട് ഒരു ചരിത്രപരമായ പ്രഖ്യാപനം നടത്തി. അദ്ദേഹം പറഞ്ഞു, ഗലീലിയോയെ ശിക്ഷിക്കാൻ ഇടയായ വിധി ഒരു ദുഃഖകരമായ പരസ്പര ധാരണ പിശകായിരുന്നു. ഗലീലിയോയെ വിചാരണ ചെയ്ത പുരോഹിതന്മാർക്ക് ശാസ്ത്രവും വിശ്വാസവും തമ്മിലുള്ള വ്യത്യാസം ശരിയായി മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അവർ ബൈബിളിനെ അക്ഷരാർത്ഥത്തിൽ വ്യാഖ്യാനിച്ചതാണ് പ്രശ്നം. ഗലീലിയോ ഒരു പക്ഷേ അക്കാലത്തെ മികച്ച ഒരു ദൈവശാസ്ത്രജ്ഞൻ കൂടിയായിരുന്നുവെന്ന് പോപ്പ് സമ്മതിച്ചു. അതൊരു പൂർണ്ണമായ മാപ്പപേക്ഷയായിരുന്നില്ല. പക്ഷേ 359 വർഷങ്ങൾക്ക് ശേഷം ഗലീലിയോയുടെ ഭാഗത്തായിരുന്നു ശരിയെന്ന് കത്തോലിക്കാ സഭ ലോകത്തിനു മുന്നിൽ സമ്മതിക്കുകയായിരുന്നു. നൂറ്റാണ്ടുകൾ നീണ്ട ഒരു കാത്തിരിപ്പിന്റെ അവസാനമായിരുന്നു അത്. ഇന്ന് രാത്രി നമ്മൾ കേട്ട ഈ കഥ ഗലീലിയോ എന്ന ഒരു മനുഷ്യന്റെ മാത്രം കഥയല്ല. അത് ശാസ്ത്രത്തിന്റെ കഥയാണ്. സത്യത്തിനു വേണ്ടിയുള്ള മനുഷ്യന്റെ അടങ്ങാത്ത അന്വേഷണത്തിന്റെ കഥയാണ്. അധികാരത്തിനു മുന്നിൽ തലകുനിക്കേണ്ടി വന്നെങ്കിലും ആശയങ്ങൾ മരിക്കില്ല എന്ന വലിയ പാഠത്തിന്റെ കഥയാണ്. ഗലീലിയോ തന്റെ ടെലിസ്കോപ്പിലൂടെ കണ്ടത് പുതിയ ഗ്രഹങ്ങളെയും നക്ഷത്രങ്ങളെയും മാത്രമല്ല, മനുഷ്യന് ചിന്തിക്കാനുള്ളൊരു പുതിയ വഴി കൂടിയാണ്. സംശയത്തോടെ ചോദ്യങ്ങൾ ചോദിക്കാനും സ്വന്തമായി പരീക്ഷണങ്ങൾ നടത്തി ഉത്തരം കണ്ടെത്താനും പുസ്തകങ്ങളിൽ എഴുതിവെച്ചത് അപ്പാടെ വിശ്വസിക്കാതിരിക്കാനും അദ്ദേഹം നമ്മളെ പഠിപ്പിച്ചു. നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ ആധുനിക ശാസ്ത്രയുഗത്തിന് അടിത്തറ പാകിയവരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് അദ്ദേഹം. അതുകൊണ്ട് അടുത്ത തവണ നിങ്ങൾ രാത്രിയിൽ ആകാശത്തേക്ക് നോക്കുമ്പോൾ ആ നക്ഷത്രങ്ങളെയും ചന്ദ്രനെയും കാണുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് ഗലീലിയോയെ ഓർമ്മ വന്നേക്കാം. 400 വർഷങ്ങൾക്ക് മുൻപ് ഇറ്റലിയിലെ ഒരു ചെറിയ നഗരത്തിലിരുന്ന് ആദ്യമായി ആ ആകാശത്തേക്ക് ഒരു കുഴലിലൂടെ നോക്കിയ ആ മനുഷ്യനെ. ആ നിമിഷമാണ് നമ്മുടെ ലോകം എന്നേക്കുമായി മാറ്റിമറിച്ചത്. രാത്രി ഒരുപാടായി നിങ്ങളുടെ കണ്ണുകളിലേക്ക് പതിയെ ഉറക്കം വരുന്നുണ്ടാകും. ഗലീലിയോയുടെ ജീവിതത്തിലെ കൊടുങ്കാറ്റുകളും പോരാട്ടങ്ങളുമെല്ലാം ഇനി നമുക്ക് മറക്കാം. അദ്ദേഹത്തിൻ്റെ അവസാന നാളുകളിലെ ശാന്തതയെക്കുറിച്ചോർക്കാം. കാഴ്ച നഷ്ടപ്പെട്ട് ലോകത്തിൽ നിന്ന് ഒറ്റപ്പെട്ട് സ്വന്തം ചിന്തകളുടെ ലോകത്തു മാത്രം ജീവിച്ച ആ മനുഷ്യൻ ഒടുവിൽ തൻ്റെ എല്ലാ യാത്രകളും അവസാനിപ്പിച്ച് വിശ്രമിക്കുകയാണ്. ഫ്ലോറൻസിലെ ആ വലിയ പള്ളിയിൽ ഒരുപാട് മഹാന്മാരുടെ കൂടെ നൂറ്റാണ്ടുകളുടെ കാത്തിരിപ്പിന് ശേഷം അർഹിച്ച ആദരവ് ഏറ്റുവാങ്ങി അദ്ദേഹം ഉറങ്ങുന്നു. പുറത്തു ലോകം മാറിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞ സത്യങ്ങൾ ഇന്ന് എല്ലാവരും അംഗീകരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ചരിത്രത്തിൽ സുവർണ ലിപികളിൽ എഴുതപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പോരാട്ടം വിജയിച്ചിരിക്കുന്നു. ഇനി അദ്ദേഹത്തിന് സമാധാനമായി ഉറങ്ങാം. നമുക്കും ഉറങ്ങാം.
പ്രിയ സ്വപ്നസഞ്ചാരി, നിങ്ങൾക്ക് ഞാൻ നല്ലൊരു ശുഭരാത്രി നേരുന്നു.